Hello dear students, welcome to Madhur. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc മാത്സിന്റെ 4 സെമസ്റ്ററിനുള്ള സബ്ജക്റ്റ് വൈവക്ക് ടോപ്പോളജിയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ടോപ്പോളജിയിൽ മെയിൻ ആയിട്ട് 3 മൊഡ്യൂൾസ് ആണുള്ളത്. ടോപ്പോളജിക്കൽ സ്പേസസ് എന്നുള്ളത് ഒരു മൊഡ്യൂളാണ്. സ്പേസസ് വിത്ത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇത് സെപ്പറേഷൻ ആക്സിയംസ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഇതിന് KD ജോഷിയുടെ ഇൻട്രൊഡക്ഷൻ ടു ജനറൽ ടോപ്പോളജി എന്നുള്ള ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബുക്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ബോൾ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ്. ഇവിടെ നമ്മൾ ഓപ്പൺ ബോളിനെ ഡിനോട്ട് ചെയ്യുന്നത് BR(x0) അല്ലെങ്കിൽ B(x0) എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? ഓപ്പൺ ബോളിന്റെ നമ്മൾ ഒരു സെറ്റ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ B(x0) എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് മീനിങ് x0 സെന്റർ ആയിട്ട് R റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് നമ്മൾ എടുക്കുക. ഓക്കെ, ഒരു ഡിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെറ്റ് നമുക്ക് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ x in x. ഓക്കെ, എക്സ് എന്നുള്ള സെറ്റിലുള്ള എക്സ് എന്നുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് സച്ച് ദാറ്റ് ഇനി നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇത് പറയാം? മെട്രിക് വെച്ചിട്ടാണ്. മെട്രിക് എന്താ നമുക്ക് ജസ്റ്റ് പറയാം, D(x, x0 ലെസ് ദാൻ R ആയിരിക്കണം. ഓക്കെ, അതായത് ഏതൊരു പോയിന്റ് x എടുത്തു കഴിഞ്ഞാലും ആ എക്സും ഈ x0 തമ്മിലുള്ള ഡിസ്റ്റൻസ് R-നേക്കാൾ ചെറുതാവുന്ന ഏതൊക്കെ എക്സുകൾ ഉണ്ടോ ആ എക്സുകളുടെ കളക്ഷൻ ആണ് B(x0R). എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിഗർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് x0. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിക്സഡ് റേഡിയസ് നമ്മളൊരു ഡിസ്ക് ഡ്രോ ചെയ്യാം. നോക്കൂ, ഇതിന്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാനൊരു പോയിന്റ് x എടുത്തു. ഓക്കെ, ഈ എക്സും x0 നമ്മളുടെ ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ ചെറുതല്ലേ? ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു x, ഇതും x0 നമ്മളുടെ ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ ചെറുതല്ലേ? അപ്പൊ ഈ ഡിസ്കിനകത്തുള്ള ഈ റേഡിയസിനേക്കാൾ താഴെയുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ, ഓക്കെ, അതായത് ഈ ഭാഗത്ത് വരുന്ന കംപ്ലീറ്റ് പോയിന്റ്സും ആണ് എന്ത്? B(x0R) എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ എന്തിന്റെ ഡെഫിനിഷൻ? ഓപ്പൺ ബോളിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു D എന്നുള്ളൊരു മെട്രിക് എന്നുള്ളൊരു ഫംഗ്ഷൻ, ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ മെട്രിക് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി മേ ബി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് മെട്രിക്. മെട്രിക്കിന്റെ ഡെഫിനിഷൻ ആണ്, മെട്രിക് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സാധാരണ D എന്നാണ്. മെട്രിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, D എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ മെട്രിക് എന്ന് പറയാം. D എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്നുകൊണ്ടായിരിക്കണം? ഒരു സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് x എടുക്കുക, x ക്രോസ് x എന്ന് R-ലേക്കുള്ള, അതായത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും മെട്രിക്. ഓക്കെ, അപ്പൊ ഈ x ക്രോസ് x എന്ന് R-ലേക്കുള്ള ഈ ഫംഗ്ഷന് D എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മെട്രിക് ആവണമെങ്കിൽ B(xy) > 0 ആവണം. ഓക്കെ, അതായത് x ഉം y രണ്ട് പോയിന്റ്സ് x എന്നുള്ള സെറ്റ് നിന്ന് വീതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ x ഉം y തമ്മിലുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, ഇനി x ഉം y തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ, അതായത് D(xy) 0 ആണെങ്കിൽ x ഉം y ഉം ഈക്വൽ ആയിരിക്കണം. അതായത് രണ്ട് പോയിന്റ്സും സെയിം ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇനി D(xy) ഉം D(yx) ഉം ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ x എന്ന് y ലേക്കുള്ള ഡിസ്റ്റൻസും y എന്ന് x ലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി D(xy) ലെസ് ദാൻ ഓർ ഈക്വൽ D(xz + D(zy). അതായത് x എന്ന് y ലേക്കുള്ള ഡിസ്റ്റൻസ് അതോ അതിനേക്കാൾ കൂടുതലായിരിക്കണം എന്ത്? x എന്ന് z ലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് z എന്ന് y ലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഇതിന് ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇനീക്വാലിറ്റി നമ്മൾ പറയാം ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയാം? സിമ്പിൾ ആയിട്ട് മെട്രിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെട്രിക്കിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ഓപ്പൺ ബോളിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ ഓപ്പൺ ബോളിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ സെറ്റ് ആണ്, ഈ സെറ്റിനകത്തുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് ഓപ്പൺ ബോൾ. അതിന്റെ നൊട്ടേഷൻ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഐഡിയ നമുക്ക് ജസ്റ്റ് നോക്കാം. Let xn be a sequence in a metric space xt. അപ്പൊ xt എന്നുള്ള മെട്രിക് സ്പേസിലെ ഒരു സീക്വൻസ് ആണ് xn. ഓക്കെ, then xn converges to y in x. ഓക്കെ, അപ്പൊ xn എന്നുള്ള ഈ സീക്വൻസ് എക്സിലെ y എന്നുള്ള ഒരു പോയിന്റിലേക്ക്, അതായത് x എന്നുള്ള സീക്വൻസ് y എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? if and only if for every open set u containing y. നമ്മൾ ഈ y നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഓപ്പൺ സെറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ഓപ്പൺ ബോൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് y നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ u നമ്മൾ എടുത്തു കഴിഞ്ഞാൽ there exists a positive integer n. നമുക്കൊരു പോസിറ്റീവ് നമ്പർ n കിട്ടണം. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? for every integer n greater than or equal to n. ഈ നമുക്ക് കിട്ടിയ എന്നോ അതിനേക്കാൾ വലുതായിട്ടുള്ള ഏത് n നമ്മൾ എടുത്തു കഴിഞ്ഞാലും xn belongs to u. ആ x എന്നുള്ള സീക്വൻസിലെ ടേംസ് എവിടെ വേണം?
യു എന്നുള്ള ഓപ്പൺ ബോളിനകത്ത് വേണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ഫിഗർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അപ്പം നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു എക്സ് ഡി എന്നുള്ളൊരു മെട്രിക് സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നോക്കൂ, ഇതൊരു സീക്വൻസ് ആണ്. x1, x2, x3 എക്സെട്ര xn എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് ആണ്. എക്സ് ഡി എന്നുള്ള മെട്രിക് സ്പേസിലുള്ള ഒരു സീക്വൻസ് ആണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് y. ഓക്കെ, ഈ പോയിന്റ് വൈയിലേക്ക് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന മീനിങ് എന്താണ്, ഈ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ യു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം, ഒരു നാച്ചുറൽ നമ്പർ n ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നുള്ള ഒരു നാച്ചുറൽ നമ്പറാണ്. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണ്, ഈ നമ്പർ ഇപ്പോൾ സപ്പോസ് ഈ നമ്പർ 1000 ആണെന്ന് വിചാരിക്കാം. ഈ നമ്പറോ ഇതിനേക്കാൾ വലുതോ ആയിട്ടുള്ള സീക്വൻസിൽ ഏത് ടേംസ് എടുത്തു കഴിഞ്ഞാൽ, മീനിങ് x1 x2 ഇങ്ങനെ പോയിട്ട് x1000 ഉണ്ടാവും, x1001 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 1000ഓ 1000ന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ് ഒക്കെ ഈ യു എന്നുള്ള ബോളിനകത്ത് വരണം. എന്ന് പറഞ്ഞാൽ x1000, x1001, x1002 എന്നുള്ള ഈ സീക്വൻസിലെ ടേംസ് ഒക്കെ ഈ ബോളിനുള്ളിൽ വരണം. എന്ന് പറഞ്ഞാൽ മീനിങ് ഈ വൈയും ഈ നമ്പറിന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ് എന്ന് പറഞ്ഞാൽ x1000, x1001, x1002 ഇങ്ങനത്തെ x1000, 1000ന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ് ഒക്കെ വൈനോട് വളരെ അടുത്ത് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, x എന്നുള്ള ഈ സീക്വൻസ് y എന്നുള്ള ഈ യു എന്നുള്ള ബോളിനകത്തുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതിന് വേറെ ലോജിക്കലി മീനിങ് ഈ വൈയും ഈ 1000ന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കൺവേർജൻസിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു പ്രപ്പോസിഷൻ ആയിട്ടാണ് ഇതിവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഡെഫിനിഷൻ ആണ് ടോപ്പോളജി. വാട്ട് ഈസ് എ ടോപ്പോളജി? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ്, നോൺ എംപ്റ്റി സെറ്റ് എക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഡിഫൈൻ ചെയ്യുന്ന ടോപ്പോളജിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ള ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. ടോ എന്നുള്ളത് ഒരു കളക്ഷൻ ഓഫ് എക്സ്, സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എക്സിന്റെ സബ്സെറ്റ്സിന്റെ കളക്ഷൻസ് എടുക്കുക. ഇപ്പോൾ സപ്പോസ് എ ബി, എക്സ് ഈക്വൽ ടു എ ബി എന്നുള്ള സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സബ്സെറ്റ്സ് ഏതാ നമുക്കറിയാം. ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് എ ബി തന്നെ വരും ഒരു സബ്സെറ്റ്, ഒരു എം ടി സെറ്റ് വരും, പിന്നെ എ എന്നുള്ള സെറ്റ് മാത്രം വരും, പിന്നെ ബി എന്നുള്ള സെറ്റ് മാത്രം വരും. ഈ 4 എണ്ണമാണ് എ ബി എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ്സ്. അപ്പൊ ഇത്തരം ഈ രൂപത്തിലുള്ള സബ്സെറ്റ്സിന്റെ കളക്ഷൻ ആണ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ടോ എന്നുള്ള കളക്ഷൻ, ഇത്തരം കളക്ഷൻസ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കളക്ഷൻ ടോയെ ടോപ്പോളജി എന്ന് പറയും. ഓക്കെ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? എം ടി സെറ്റ് ഫൈയും ഫുൾ സെറ്റ് എക്സും ടോയിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇപ്പൊ നോക്കൂ, എം ടി സെറ്റ് ഇപ്പൊ ഇത് നമ്മളൊരു കളക്ഷൻ ആക്കി മാറ്റി വെച്ച്, എം ടി സെറ്റ് ഇവിടെ ഉണ്ട്, ഫുൾ സെറ്റ് എ ബി എന്നുള്ള ആര് തന്നെയാണ് എക്സ് ആണ്. അപ്പൊ എക്സും എം ടി സെറ്റും കളക്ഷനിലുണ്ട്. ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ എന്ന് പറഞ്ഞാൽ ടോ എന്നുള്ള ഈ കളക്ഷന് ആർബിട്രറി യൂണിയനിൽ ക്ലോസ്ഡ് ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇതിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ വേണം. നോക്കൂ, ഇതിലുള്ള ഏത് എലമെന്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ ഉണ്ട്. നോക്കൂ, ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. ഇതിലുള്ള എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എടുത്താൽ ആ എലമെന്റ്, കിട്ടുന്ന എലമെന്റ് വീണ്ടും ഈ സെറ്റ് തന്നെ വേണം. എന്റെ ബിന്റെ ഇന്റർസെക്ഷൻ എന്താണ്? എം ടി സെറ്റ് ആണ്, അത് ഇവിടെ ഉണ്ട്. എം ടി സെറ്റിന്റെ എന്റെ ഇന്റർസെക്ഷൻ എന്താണ്? എം ടി സെറ്റ്, അത് ഇവിടെ ഉണ്ട്. എ ബിന്റെയും എന്റെ ഇന്റർസെക്ഷൻ എന്താണ്? എ ആണ്, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്താൽ ആ കിട്ടുന്ന ആള് വീണ്ടും ഈ കളക്ഷനിൽ വേണം. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് ഈ കളക്ഷൻ. അപ്പൊ ഇതെന്താണ്? ഇത് ഈ സെറ്റ് എക്സിൽ എ ബി എന്നുള്ള സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പോളജിയാണ്. ഈ സെറ്റിൽ വേറെയും ടോപ്പോളജീസ് ഉണ്ടാവും. ഓക്കെ, ഇതൊരു ടോപ്പോളജിയാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടോ 1 എടുത്തു. ഇനി ഞാൻ വേറെ ടോപ്പോളജി എഴുതാൻ പോവാണ്. എ ബിയും എഴുതി, എം ടി സെറ്റും എഴുതി. ഓക്കെ, ഇത് രണ്ടും മാത്രം എടുത്തു കഴിഞ്ഞാലും ഇത് ഈ 3 പ്രോപ്പർട്ടീസ് എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യും. ഇതും മറ്റൊരു ടോപ്പോളജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെറ്റിൽ ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒന്നിൽ കൂടുതൽ ടോപ്പോളജീസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടോപ്പോളജി യൂണീക്ക് അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പോളജിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ സബ്സെറ്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ബോൾ പറഞ്ഞിരുന്നത്. എന്താണ് ഓപ്പൺ ബോൾ? ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്കുള്ള ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മീനിങ്, ഏതൊരു സെറ്റിന് നമ്മൾ ഓപ്പൺ എന്ന് പറയണമെങ്കിലും അതിനകത്ത് നമുക്കൊരു ഓപ്പൺ ബോൾ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. നോക്കൂ, ഇതല്ലേ? അപ്പൊ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്, എക്സെട്ര 2 ഉണ്ട്, ഇങ്ങനെ പോകും.
ഓക്കെ നോക്കൂ ഈ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ 1 സെന്റർ ആയിട്ട് 1 സെന്റർ ആയിട്ട് 0യും 2ലും ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ഞാൻ എടുത്തു നോക്കൂ അപ്പൊ നമ്മുടെ ഇന്റർവെൽ ഏതാണ് ഓപ്പൺ ഇന്റർവെൽ 0 2 ആണ് നമ്മുടെ സെറ്റ് ഓക്കെ അപ്പൊ ഈ സെറ്റിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയണമെങ്കിൽ ഈ സെറ്റിനകത്ത് നമുക്കൊരു ഓപ്പൺ ബോൾ കിട്ടിയാൽ മതി ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നോക്കൂ ഞാൻ 1 സെന്റർ ആയിട്ട് ഹാഫ് റേഡിയസ് ഉള്ള ഒരു ബോൾ കണ്ടുപിടിക്കണം അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഹാഫ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഓക്കെ അതായത് 1.5 ഒന്നരയിൽ വരും ഓക്കെ നോക്കൂ 1ന്റെ ബാക്കിലേക്ക് ഹാഫ് സെന്റിമീറ്റർ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാഫ് വരും ഇപ്പൊ നോക്കൂ ഇപ്പൊ 1/2 1/2 എന്നുള്ള ഇന്റർവെൽ എന്തിനകത്തുണ്ട് 0 2 എന്നുള്ള ഇന്റർവെല്ലിനകത്തുണ്ട് നോക്കൂ ഈ 1/2 1/2 എന്നുള്ള ഈ ചെറിയ ഇന്റർവെൽ അതൊരു ഓപ്പൺ ബോൾ ആണ് കാരണം എന്താണ് ഇത് 1 സെന്റർ ആയിട്ട് ഓക്കെ 1 സെന്റർ ആയിട്ട് 1/2 റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ബോൾ ആണ് ആര് ഈ ഇന്റർവെൽ അപ്പൊ ഈ v1 1/2 എന്നുള്ള ആരാണ് നമ്മൾ ഓപ്പൺ ബോളിൽ എങ്ങനെ എഴുതുക v of x0 r അതായത് x0 സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 സെന്റർ ഓക്കെ 6 റേഡിയസ് ആണ് ഇവിടെ 1/2 ആണ് റേഡിയസ് നോക്കൂ 1 എന്ന് 1/2 ആഡ് ചെയ്താൽ 1/2 കിട്ടും 1 എന്ന് 1/2 കുറച്ചാൽ 1/2 കിട്ടും ഓക്കെ അപ്പൊ ഈ v of 1/2 എന്ന് ആര് തന്നെയാണ് അത് നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ 1/2 1/2 ആണ് ഓക്കെ അതായത് അര ഒന്നര അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മുടെ ബോൾ ഇതാണ് അപ്പൊ ഈ ബോൾ നോക്കൂ ഈ 0 2 എന്നുള്ള ഇന്റർവെല്ലിനകത്തുണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം v of 1 1/2 എന്നുള്ള ഈ ആള് എന്തിനകത്തുണ്ട് 0 2 എന്നുള്ള ഇന്റർവെല്ലിന്റെ അകത്തുണ്ട് ഓക്കെ കണ്ടെയ്ൻഡ് ആണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ 0 2 എന്നുള്ള സെറ്റ് എന്താണ് ഇതൊരു ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം ഓക്കെ അപ്പൊ മെട്രിക്കിൽ ഒരു ഓപ്പൺ സെറ്റിന്റെ മീനിങ് എന്താണ് ആ സെറ്റിനകത്ത് ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ സെറ്റിന് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയും ഓക്കെ ഇതാണ് മെട്രിക്കിലെ ഓപ്പൺ സെറ്റ് ഇനി ടോപ്പോളജിയിലെ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പോളജിയിലെ മെമ്പറിനെയാണ് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയാം ഓക്കെ അപ്പോ members of tau are said to be open in X or open subsets of X അപ്പൊ ഇനി ടോപ്പോളജിയിലേക്ക് വരികയാണ് അവിടെ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ടോപ്പോളജിയിലെ മെമ്പർ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എ ബി എന്നുള്ളൊരു ഓപ്പൺ സെറ്റ് ആണ് എം ടി സെറ്റ് ഒരു ഓപ്പൺ സെറ്റ് ആണ് എയും ബി ഒക്കെ ഓപ്പൺ സെറ്റ് ആണ് അപ്പോൾ ടോപ്പോളജിയിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം ഓപ്പൺ സെറ്റ് എന്ന് പറയാം ഓക്കെ മെട്രിക്കൽ ആണെങ്കിൽ ഏതൊരു സെറ്റിന് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഓപ്പൺ ബോൾ കിട്ടിയാൽ മതി ഓക്കെ ഇനി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ടോപ്പോളജിയുടെ എക്സാമ്പിൾസ് ഓക്കെ ഒരു ടോപ്പോളജിയിലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സെറ്റിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് ടോപ്പോളജീസ് ആണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജിയും ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയും ഓക്കെ നമുക്ക് ആദ്യം നോക്കാം ഒരു സെറ്റ് എക്സ് നമ്മൾ എടുത്തു ആ സെറ്റിൽ നമ്മൾ ഒരു ടോപ്പോളജി ടോ ഡിഫൈൻ ചെയ്യാണ് ആ ടോപ്പോളജിയിൽ ആര് മാത്രമേ ഉള്ളൂ എം ടി സെറ്റും എക്സും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എം ടി സെറ്റ് ഫൈയും എ ബി എന്നുള്ള ആരെണ്ണാണ് എക്സ് അപ്പൊ എക്സും എം ടി സെറ്റും മാത്രമുള്ള ടോപ്പോളജി ടോ ടു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പോളജി നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി ഇതാണ് ഒരു ടോപ്പോളജി ഏറ്റവും ചെറിയ ടോപ്പോളജിയുടെ എക്സാമ്പിൾ ഓക്കെ അപ്പൊ എക്സ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ടോപ്പോളജി ആരാണ് എം ടി സെറ്റും എക്സും മാത്രമുള്ള ടോപ്പോളജിയാണെന്ന് നമ്മൾ പറയാം ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്നാണ് ഓക്കെ ഇത് നോക്കൂ ഇനി നമ്മൾ എക്സ് എന്നുള്ള സെറ്റിന്റെ പവർ സെറ്റ് എടുക്കുക പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സെറ്റ്സിന്റെ എല്ലാ സബ്സെറ്റ്സിന്റെയും കളക്ഷൻ അതാണ് പവർ സെറ്റ് അപ്പോൾ ആ കളക്ഷൻ ഒരു ടോപ്പോളജി ആയിരിക്കും ആ ടോപ്പോളജി നമ്മൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്നാ പറയാം ഓക്കെ ഡിസ്ക്രീറ്റ് ടോപ്പോളജി നോക്കൂ നമ്മൾ ഇതാ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കൂ എക്സ് ഇക്വൽ ടു എ ബി എന്നുള്ള സെറ്റിന്റെ പവർ സെറ്റ് നമ്മൾ എടുത്ത് നോക്കൂ ഇതിന്റെ എല്ലാ സബ്സെറ്റ്സിന്റെയും കളക്ഷൻ നമ്മൾ എഴുതി ഇതൊരു ടോപ്പോളജിയാണ് നമ്മൾ അതിനെ ടോപ്പ് എന്ന് കൊടുത്ത് ഇതാണ് ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടോപ്പോളജി ഓക്കെ അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി അപ്പൊ ഏറ്റവും ചെറിയ ടോപ്പോളജി ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി ഏറ്റവും വലിയ ടോപ്പോളജി ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഓക്കെ അപ്പൊ അതാണ് ടോപ്പോളജിയുടെ ഒരു എക്സാമ്പിൾ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ടോപ്പോളജിയുടെ എക്സാമ്പിൾ ആണ് സിർപിൻസ്കീസ് ടോപ്പോളജി സിർപിൻസ്കീസ് ടോപ്പോളജി മേ ബി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു നോൺ മെട്രൈസബിൾ ടോപ്പോളജി മെട്രിക് എന്ന് വരാത്ത ടോപ്പോളജിയുടെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി സിർപിൻസ്കീസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ ഇപ്പൊ എക്സ് ഈക്വൽ ടു എ ബി എന്നുള്ള ഒരു സെറ്റ് നമ്മൾ എടുത്തു
ഓക്കെ, എക്സ് ഈക്വൽ ടു എ ബി എന്നുള്ളൊരു സെറ്റ് നമ്മൾ എടുത്തു. ഈ സെറ്റിൽ നമ്മളൊരു ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ടോപ്പോളജി ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എം ടി സെറ്റും ഫുൾ സെറ്റും അതിൽ വേണം. നമ്മൾ ആദ്യം എം ടി സെറ്റ് ഫൈ എഴുതി, ഫുൾ സെറ്റ് എക്സ് ഈക്വൽ ടു എ ബി അല്ലേ, അപ്പൊ ഞാൻ എക്സ് എഴുതി. ഓക്കെ, ഇപ്പൊ ഇതൊരു ടോപ്പോളജി ആണല്ലോ. ഇനി ഇതിന്റെ കൂടെ ഒന്നുകിൽ എനെയോ അല്ലെങ്കിൽ ബിനെയോ മാത്രം ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഞാൻ എനെ ഇൻക്ലൂഡ് ചെയ്തു, സിംഗിൾട്ടൺ എ. ഇതൊരു ടോപ്പോളജി ആയിരിക്കും. ടോപ്പോളജിയുടെ 3 പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഒരു സെറ്റിൽ ഈ 2 പോയിന്റ് 2 എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ടോപ്പോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിർപിൻസ്കീസ് ടോപ്പോളജി. ഇതൊരു മെട്രിക്കിൽ നിന്ന് കിട്ടാത്ത ടോപ്പോളജിയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതൊരു നോൺ മെട്രൈസബിൾ ടോപ്പോളജിയുടെ എക്സാമ്പിൾ ആണ് സിർപിൻസ്കീസ് ടോപ്പോളജി. ഓക്കെ, അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി മറ്റൊരു 2 എക്സാമ്പിൾസ് ആണ് കോഫൈനൈറ്റ് ടോപ്പോളജി, അതേപോലെ കോ കൗണ്ടബിൾ ടോപ്പോളജി. അതിന്റെ എക്സാമ്പിൾസ് ഡെഫിനിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ മറ്റൊരു ടോപ്പോളജിയുടെ എക്സാമ്പിൾ ആണ് യൂഷ്വൽ ടോപ്പോളജി. ഓക്കെ, ടോപ്പോളജിയുടെ എക്സാമ്പിൾസ് കോഫൈനൈറ്റ് ടോപ്പോളജി ഉണ്ട്, കോ കൗണ്ടബിൾ ടോപ്പോളജി ഉണ്ട്, യൂഷ്വൽ ടോപ്പോളജി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നെയിംസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഒരു ടോപ്പോളജി ടോ1 നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ വീക്കർ എന്ന് പറയണമെങ്കിൽ, ഓക്കെ, വീക്കർ ദാൻ ദി ടോപ്പോളജി ടോ2. ഓക്കെ, ടോ2 എന്നുള്ള ടോപ്പോളജിയേക്കാൾ വീക്കർ ആണ് ടോ1 എന്നുള്ള ടോപ്പോളജി എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷന്? ഇഫ് ടോ1 സബ്സെറ്റ് ഓഫ് ടോ2. ഓക്കെ, ടോ1 എന്നുള്ള സെറ്റ് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? ടോ2 കണ്ടെയ്ൻഡ് ആയിരിക്കണം. എന്നാൽ ടോ1 എന്നുള്ള ടോപ്പോളജിയിലെ എലമെന്റ്സ് എല്ലാം എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? ടോ2 എന്നുള്ള ടോപ്പോളജിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോ1 ഈസ് വീക്കർ ദാൻ ടോ2. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്ക്, നമ്മൾ ഇതാ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എ ബി ഇവിടെ ഉണ്ട്, എം ടി സെറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ടോ2 ഈസ് വീക്കർ ദാൻ ടോ1 നമുക്ക് ഇവിടെ പറയാം. ടോ2 ആരേക്കാൾ വീക്കർ ആണ്? ടോ1നേക്കാൾ. കാരണം എന്താണ്? ടോ2 എല്ലാ എലമെന്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ടോ2 കണ്ടെയ്ൻഡ് ഇൻ ടോ1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടോ2 ഈസ് വീക്കർ ദാൻ ടോ1 നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇതാണ് അതിന്റെ ഐഡിയ. ഇതാണ് വീക്കർ എന്നുള്ളതിന്റെ ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? തിരിച്ചും പറയാം, ടോ2 ഈസ് സ്ട്രോങ്ങർ ദാൻ ടോ1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോ1 ഈസ് വീക്കർ ദാൻ ടോ2 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തും പറയാം? ടോ2 ഈസ് സ്ട്രോങ്ങർ ദാൻ ടോ1 എന്ന് പറയാം. ഓക്കെ, രണ്ടും ഒരേ ഐഡിയ തന്നെയാണ്. ഓക്കെ, നമുക്കിവിടെ പറയാം ഡിസ്ക്രീറ്റ് ടോപ്പോളജി, ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ടോപ്പോളജി. ഓക്കെ, അതേപോലെ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടോപ്പോളജി. അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ബേസസ് ആൻഡ് സബ് ബേസസ്. ഓക്കെ, നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. എക്സ് ടോ എന്നുള്ള എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ഇനി ടോ എന്നുള്ള ടോപ്പോളജിയുടെ ഒരു സബ് ഫാമിലി ബിനെ നമ്മൾ ചൂസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ടോപ്പോളജിയുടെ ഒരു സബ്സെറ്റ് ബി നമ്മൾ ചൂസ് ചെയ്തു. ഈ സബ്സെറ്റിനെ ഈ സെറ്റ് ടു ബി എ ബേസ് ഫോർ ടോ. ഈ സബ്സെറ്റ് ബിയെ നമ്മൾ ടോപ്പോളജിയുടെ ബേസ് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നോക്കാം. ഇഫ് എവറി മെമ്പർ ഓഫ് ടോ can be expressed as the union of some members of B. ഓക്കെ, ഈ ടോപ്പോളജി, ഓക്കെ, നമ്മുടെ കയ്യിൽ എക്സ് ഉണ്ട്, ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു ടോപ്പോളജി ഉണ്ട്. ഓക്കെ, ഇനി ടോപ്പോളജി ടോയുടെ ഒരു സബ്സെറ്റ് ബിനെ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ബിനെ ടോപ്പോളജിയുടെ ബേസ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഈ ടോപ്പോളജിയുള്ള ഏതൊരു എലമെന്റിനെയും ബി എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോക്കൂ, നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ടോപ്പോളജിയാണ് ഇത്. എക്സ് ഈക്വൽ ടു എ ബി എന്നുള്ള സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിലുള്ള ടോപ്പോളജിയാണ് ഇത് എക്സ് എം ടി സെറ്റ് എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാൻ ഈ ടോന്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുകയാണ് ബി. ഞാൻ അതിനെ ബി എന്ന് പേര് കൊടുത്ത്. ഓക്കെ, ആരൊക്കെ ഉണ്ട്? എം ടി സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, നോക്കൂ, ഈ ടോപ്പോളജിയിലെ ഏതൊരു എലമെന്റിനെയും ഇതിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് എ യൂണിയൻ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ യൂണിയൻ എം ടി സെറ്റ് എന്ന് എഴുതി നമുക്ക് എ കിട്ടി. ഇവിടുത്തെ ബി കിട്ടണമെങ്കിൽ നമുക്ക് ബി യൂണിയൻ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി യൂണിയൻ എം ടി സെറ്റ് എന്ന് എഴുതിയാൽ ബി കിട്ടി. ഓക്കെ, ഇനി എം ടി സെറ്റ് കിട്ടണമെങ്കിൽ എം ടി സെറ്റ് യൂണിയൻ എം ടി സെറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നോക്കൂ, അല്ലെങ്കിൽ ഇനി എക്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് എന്നുള്ള ആരാണ്? എ ബി അല്ലേ. അപ്പൊ എ ബി കിട്ടാൻ നമുക്ക് എന്റെയും ബിന്റെ യൂണിയൻ എടുത്താൽ മതി. അപ്പൊ ഈ ടോപ്പോളജിയിലെ ഏതൊരു മെമ്പർ കിട്ടണമെങ്കിലും ഇതിലുള്ള എലമെന്റ്സിന്റെ യൂണിയൻ എടുത്താൽ മതി. ഓക്കെ, അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ ബി എന്നുള്ള സെറ്റ് ടോപ്പോളജിയുടെ ഒരു സബ്സെറ്റ് ആണ്, ഇതൊരു ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പോളജിയിലെ മെമ്പേഴ്സിനെ
ബി എന്നുള്ള സെറ്റിലുള്ള മെമ്പേഴ്സിന്റെ യൂണിയൻ ആക്കി എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ബി എന്നുള്ള സെറ്റ് ഒരു ബേസ് ആണ്. അതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രപ്പോസിഷൻ ഉണ്ട്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ബേസ് ആവാനുള്ള ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ എക്സ് ടോ എന്നുള്ളത് എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ഇനി ടോന്റെ ഒരു സബ്സെറ്റ് ആണ് ബി. ബേസ് ആണെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ടോപ്പോളജിയുടെ ഒരു സബ്സെറ്റ് ആണ് ബി. ഓക്കെ, then B is a base for tau. ഇനി B എന്നുള്ളത് സബ്സെറ്റ് ഒരു ബേസ് ആണെങ്കിൽ, ഓക്കെ, if and only if for any x in x, ഓക്കെ, B എന്നുള്ള ഒരു ബേസ് ആണെങ്കിൽ നമുക്ക് x എന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് x എടുക്കുക and any open set G containing x, ഈ x എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റ് G എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? there exists a B in B. നമുക്ക് ഒരു ബേസ് എന്നൊരു B എന്നുള്ള എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എടുത്ത x എന്നുള്ള പോയിന്റ് ബിയിൽ ഉണ്ടാവും, ബി ജിയിൽ കണ്ടെയ്ൻഡ് ആവും. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. എക്സ് ടോ എന്നുള്ളൊരു ടോപ്പോളജിക്കൽ സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സെറ്റും ഒരു ടോപ്പോളജിയും കൂടെ ചേർന്ന് നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ബി എന്നുള്ളൊരു സബ്സെറ്റ്, ടോന്റെ ഒരു സബ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ബീനെ ബി ഈസ് എ ബേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ബീനെ ഒരു ബേസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് എന്നുള്ള സെറ്റ് എന്ന് എക്സ് എന്നുള്ള ഒരു പോയിന്റിനെ എടുക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടണം? ഈ എക്സ് എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ജി കിട്ടണം. ഓക്കെ, ജി എന്നുള്ള സെറ്റ് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? ബി എന്നുള്ള ഒരു എലമെന്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ബി എന്നുള്ള എലമെന്റ് എവിടുത്തെ എലമെന്റ് ആണ്? നമ്മുടെ ബേസിലുള്ള എലമെന്റ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് എക്സ് എന്നുള്ള സെറ്റ് എന്നൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പൺ സെറ്റ്, അതായത് ടോപ്പോളജിയിൽ ഒരു മെമ്പർ ജി കിട്ടണം. ആ ജി ബേസിലെ ഒരു മെമ്പർ ബിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ബി എന്നുള്ള സെറ്റ് അതെന്താണ്? ദാറ്റ് ഈസ് എ ബേസ് എന്ന് പറയാം. ഇതാണ് ബേസ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ. ഓക്കെ, ഇതൊരു തിയറമാണ്, ഒരു പ്രപ്പോസിഷൻ ആണ്. നിങ്ങൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. A space is said to satisfy the second axiom of countability or said to be second countable. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. കണ്ടീഷൻ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് ടോപ്പോളജി ഹാസ് എ കൗണ്ടബിൾ ബേസ്, അതിന് ടോപ്പോളജിക്ക് ഒരു കൗണ്ടബിൾ ബേസ് വേണം. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഒരു കൗണ്ടബിൾ ബേസ് ആണ്. ടോപ്പോളജിയുടെ കൗണ്ടബിൾ ബേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ടോപ്പോളജിക്കൽ സ്പേസ് നമ്മൾ എന്ത് പറയും? സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മുടെ കയ്യിൽ എന്താണ്? എക്സ് ടോ എന്നുള്ള ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. അതിന്റെ ഒരു ബേസ് ആണ് ആര്? ബി. ഓക്കെ, ഇനി ഈ ബേസിലെ എലമെന്റ്സ് നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട്. അതായത് ഫസ്റ്റ് എലമെന്റ് B1, സെക്കൻഡ് എലമെന്റ് B2 എക്സെട്ര. എണ്ണീറ്റ് തീരണം എന്നില്ല, എണ്ണാൻ പറ്റിയാൽ മതി. 1 2 3 എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റിയാൽ മതി. ഇനി എണ്ണീറ്റ് തീർന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ BN എഴുതി വെച്ചു. എണ്ണീറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, തീരുന്നുണ്ട്. ഇനി തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് നമ്മുടെ ടോപ്പോളജിക്കൽ സ്പേസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടോപ്പോളജിക്കൽ സ്പേസ് നമ്മൾ എന്ത് പറയും? സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ സെക്കൻഡ് കൗണ്ടബിൾ, ഇനി എന്താണ് ഫസ്റ്റ് കൗണ്ടബിൾ എന്നുള്ളൊരു ലോജിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഫസ്റ്റ് കൗണ്ടബിളിന്റെ ഐഡിയ നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷൻ ആണ് കവർ, അല്ലെങ്കിൽ കവറിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എ ഫാമിലി U of sets is said to be a cover of a set A. ഓക്കെ, എ എന്നുള്ള ഒരു സെറ്റിന്റെ കവർ ആണ് U എന്നുള്ള കളക്ഷൻ എന്ന് പറയണമെങ്കിൽ, ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ. ഓക്കെ, എ എന്നുള്ള സെറ്റിന്റെ ഒരു കവർ ആണ് U എന്നുള്ള കളക്ഷൻ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താ നോക്കാം. if A is contained in the union of members of U, യുയിലുള്ള മെമ്പേഴ്സിന്റെ യൂണിയനിൽ ആരുണ്ടായിരിക്കണം? A കണ്ടെയ്ൻഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ മീനിങ്. അതായത് ഇതിന് ഞാനൊരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ എക്സ് എന്നുള്ളൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എക്സ് ടോ എന്നുള്ളൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എ എന്നുള്ളൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി എനെ നമ്മൾ എന്ത് ചെയ്യാണ്? യു എന്നുള്ള സെറ്റിലെ U1, U2, U3 എക്സെട്ര ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഓഫ് സെറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ നോക്കുക, ഇതാണ് U1, ഇതാണ് U2, ഇതാണ് U3, ഇതാണ് U4. നോക്കൂ, ഈ U1 മുതൽ U4 വരെയുള്ള സെറ്റ്സിന്റെ യൂണിയനിൽ ആരുണ്ട്? എ എന്നുള്ള സെറ്റ് ഉണ്ട്. നമ്മൾ ഇതിനെങ്ങനെ എഴുതാം? A is contained in
യൂണിയൻ ui i equal to 1 to 4. നോക്കൂ, അതായത് u1 യൂണിയൻ u2 യൂണിയൻ u3 യൂണിയൻ u4 ആരുണ്ട്? a ഉണ്ട്. എന്തിൽ കണ്ടെയ്ൻഡ്? 4 യുകളുടെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണ്. ഓക്കെ, നോക്കൂ, 4 യുകളുടെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത്രയും വലിയ സെറ്റ് അല്ലേ, അതിനുള്ളിൽ എന്തായാലും എ എന്നുള്ള സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പൊ എ എന്നുള്ള സെറ്റ് ഈ യുഐന്റെ യൂണിയനിൽ ഉണ്ടെങ്കിൽ നമ്മൾ യുഐസിന് നമ്മൾ എന്ത് പറയും എന്ന് പറഞ്ഞാൽ ഈ യു എന്നുള്ള സെറ്റിൽ നമ്മൾ എന്ത് പറയും? എന്റെ കവർ ആണെന്ന് പറയും. എന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഒരു സബ് കവർ എന്ന മീനിങ് എന്താണ്? ഇപ്പൊ നോക്കൂ, ഇനി ഞാൻ ഇവിടെ കുറച്ചധികം സെറ്റും കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ u5 ഉണ്ട്. ഓക്കെ, പക്ഷെ u5ന്റെ ആവശ്യമില്ല എന്നെ കവർ ചെയ്യാൻ, u4 വരെയുള്ള ആൾക്കാർ മതി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 4 ഒഴിവാക്കിയിട്ട് ഇവിടെ 5 എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, കാരണം എന്താണ്? എന്തായാലും ഈ u5നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താലും ഈ 5 ആൾക്കാരുടെ യൂണിയനിലും എ ഉണ്ട്. പക്ഷെ u5ന്റെ ആവശ്യമില്ലാതെ തന്നെ, അതായത് u4 വരെയുള്ള സെറ്റ് മതി എനെ കവർ ചെയ്യാൻ. അപ്പൊ നോക്കൂ, ഈ u1 മുതൽ u5 വരെ ഉള്ളതിന്റെ ഓക്കെ, u1 u2 u3 u4 u5 എന്നുള്ളത് ആരുടെ കവറാണ്? എന്റെ ഒരു കവറാണ്. പക്ഷെ നമുക്ക് ആര് മതി? u4 വരെയുള്ള ആള് മതി എന്നെ കവർ ചെയ്യാൻ. അപ്പോൾ ഈ u5 വരെയുള്ള ആളുടെ ഒരു സബ് കവർ ആണ് ആര്? ഒരു സബ്സെറ്റ് ആണ് ആര്? u4 വരെയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ u4 വരെയുള്ള ആളെ നമ്മൾ എന്ത് പറയും? വേണമെങ്കിൽ ഒരു സബ് കവർ എന്ന് പറയും. ഓക്കെ, കാരണം എന്താണ്? ഈ ആളുടെ u1 മുതൽ u5 വരെയുള്ള കവറിന്റെ ഒരു സബ്സെറ്റ് ആണ് u1 മുതൽ u4 വരെ ഉള്ളത്. അപ്പൊ അത് നമ്മളൊരു സബ് കവർ എന്ന് പറയും. ഇനി നമ്മൾ ഇങ്ങനെ കവർ ചെയ്യാൻ ഉപയോഗിച്ച സെറ്റ്സ് എന്ന് പറഞ്ഞാൽ u1 u2 u3 ഒക്കെ ടോപ്പോളജി എന്നുള്ള എലമെന്റ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ടോപ്പോളജിയിലെ മെമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എനെ കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കവറിനെ ഓപ്പൺ കവർ എന്ന് പറയാം. കാരണം എന്താ? ടോപ്പോളജിയിലെ മെമ്പേഴ്സ് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ എനെ കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ കവറിന് ഓപ്പൺ കവർ എന്ന് പറയും. ഓക്കെ, ഇനി അതിനൊരു സബ് കവർ, ഒരു സബ് കളക്ഷൻ വെച്ചിട്ട് നമുക്ക് എനെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ ഓപ്പൺ സബ് കവർ എന്നൊക്കെ പറയാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ കവറിന്റെ മീനിങ് ഇതാണ്. എന്നുള്ള സെറ്റ് ഈ സെറ്റ്സിന്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ്. ഓക്കെ, ഇനി അതിനെ ഓപ്പൺ കവർ എന്ന് പറയണമെങ്കിൽ ഈ നമ്മൾ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യുകൾ, ഓക്കെ, ഈ ആൾക്കാരൊക്കെ എവിടെ നിന്ന് വരണം? ടോപ്പോളജി എന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഓപ്പൺ കവറിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറമാണ്, ഇഫ് എ സ്പേസ് ഈസ് സെക്കൻഡ് കൗണ്ടബിൾ. ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? സ്പേസിന്റെ ബേസിലെ എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ, ഓക്കെ, then every open cover of it has a countable subcover. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സ്പേസിന്റെ ഏതൊരു ഓപ്പൺ കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, ഓപ്പൺ കവർ എന്ന മീനിങ് എന്താണ്? ഓപ്പൺ സെറ്റ് വെച്ച് ആ സെറ്റ് അതിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടും? ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ കിട്ടും. ഓക്കെ, ഇതൊരു തിയറമാണ്. ഇതിന്റെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിന്റെ ഓപ്പൺ കവറിന് കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ് സബ് ബേസ്. എന്താണ് സബ് ബേസിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, എ ഫാമിലി എസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. എക്സിന്റെ സബ്സെറ്റ്സിന്റെ ഒരു കളക്ഷൻ ആണ് എസ്. ഓക്കെ, എക്സിന്റെ ജസ്റ്റ് ഒരു സബ്സെറ്റ്സിന്റെ കളക്ഷൻ നമ്മൾ എടുത്തു, എസ് എന്ന് വിളിച്ചു. ആ എസിന് നമ്മൾ സബ് ബേസ് എന്ന് പറയണമെങ്കിൽ ആരുടെ? ടോ എന്നുള്ള ടോപ്പോളജിയുടെ സബ് ബേസ് ആണ് എസ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇഫ് ദ ഫാമിലി ഓഫ് ഓൾ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് ഈസ് എ ബേസ് ഫോർ ടോ. എസിലെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടണം? ടോന്റെ ബേസ് കിട്ടണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എസ് എന്നുള്ളൊരു സെറ്റ് ഞാൻ എടുത്ത് S1 S2 എക്സെട്ര അങ്ങനെ കുറെ സെറ്റ്സ് ഉണ്ട്. ഈ എസിലെ എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ, ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടണം? ടോപ്പോളജിയുടെ ബേസിലെ എലമെന്റ്സ് B1 B2 ഒക്കെ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ സബ് ബേസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? സബ് ബേസിലെ എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്താലാണ് നമുക്ക് ബേസിലെ എലമെന്റ്സ് കിട്ടുക. ഓക്കെ, ഇനി ബേസിലെ എലമെന്റ്സിന്റെ യൂണിയൻ എടുത്താലാണ് നമുക്ക് ടോപ്പോളജിയുടെ എലമെന്റ് കിട്ടുക. ഓക്കെ, അതാണ് അതിന്റെ കണക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലോസ്ഡ് സെറ്റ്സ് ആൻഡ് ക്ലോഷർ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ആണ്. Let X to be a topological space. X to ഒരു topological space ആണ്. Then a subset A of X. X ന്റെ ഒരു സബ്സെറ്റ് A നമ്മൾ എടുത്തു. ഈ സെറ്റ് ടു ബി ക്ലോസ്ഡ് ഇൻ X. ആ A എന്നുള്ള സെറ്റിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ X എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? കോംപ്ലിമെന്റ് ഇറ്റ്സ് കോംപ്ലിമെന്റ് X മൈനസ് A is open in X. അതിന്റെ കോംപ്ലിമെന്റ് X മൈനസ് A എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മീനിങ് X മൈനസ് A എന്നുള്ളത് ഓപ്പൺ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ടോപ്പോളജിയിലെ ഒരു മെമ്പർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ X മൈനസ് A എന്നുള്ള സെറ്റ് ടോപ്പോളജിയിലെ മെമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
എ എന്നുള്ള സെറ്റ് എന്താണ്? എ ഈസ് ക്ലോസ്ഡ് എന്ന് നമുക്ക് പറയാം. ഇതാണ് ക്ലോസ്ഡ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയിരിക്കുക. ഓക്കെ, നോക്കൂ, നമുക്ക് നോട്ട് ഇവിടെ നിന്ന് കിട്ടും. എം ടി സെറ്റ് ആൻഡ് ഹോൾ സെറ്റ് ആർ ഓൾവേസ് ഓപ്പൺ ആസ് വെൽ ആസ് ക്ലോസ്ഡ് ഇൻ എവറി സ്പേസ്. എം ടി സെറ്റും നമ്മുടെ ഫുൾ സെറ്റ് എക്സ് എപ്പോഴും എന്തായിരിക്കും? ക്ലോസ്ഡും ആയിരിക്കും, ഓപ്പണും ആയിരിക്കും. അതിന് റീസൺ എന്താണ്? ഇപ്പൊ എം ടി സെറ്റ് ഇപ്പൊ എക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്ത്, എക്ക് പകരം നമ്മൾ എന്ത് ചെയ്ത് എം ടി സെറ്റ് കൊടുത്ത്. അപ്പൊ എക്സ് മൈനസ് എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? അത് എക്സ് തന്നെ അല്ലേ? എക്സ് എന്ന് നമ്മൾ എം ടി സെറ്റ് കുറച്ചാൽ എക്സ് തന്നെ കിട്ടും. ഓക്കെ, നോക്കൂ, എക്സ് മൈനസ് എം ടി സെറ്റ് നമുക്ക് കിട്ടിയ സാധനം എക്സ് ആണ്. ഈ കിട്ടുന്ന സാധനം എക്സ് എവിടെ ഉണ്ട്? ടോപ്പോളജിയിൽ ഉണ്ട്. കാരണം എന്താ? ഫുൾ സെറ്റ് എപ്പോഴും ടോപ്പോളജി ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് ടോപ്പോളജി ഉണ്ടെങ്കിൽ ഈ എം ടി സെറ്റ് ആരായി? എം ടി സെറ്റ് നമുക്ക് എന്താ പറയാം? എം ടി സെറ്റ് ഈസ്, നമുക്ക് എക്സ് മൈനസ് ടോപ്പോളജി ഉണ്ടെങ്കിൽ എ ക്ലോസ്ഡ് അല്ലേ? അപ്പൊ എക്സ് മൈനസ് എം ടി സെറ്റ് ടോപ്പോളജി ഉണ്ടെങ്കിൽ എം ടി സെറ്റ് എന്തായി? ക്ലോസ്ഡ് ആയി. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം എം ടി സെറ്റ് എന്താണ്? ഓപ്പണും ആണ്. അപ്പൊ എം ടി സെറ്റ് ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്. ഇതേപോലെ ഫുൾ സെറ്റിന്റെ കാര്യം നമുക്ക് ഇതേപോലെ പറയാം. ഇവിടെ എക്ക് പകരം നിങ്ങൾ ഫുൾ സെറ്റ് കൊടുക്കുക. എക്സ് മൈനസ് എക്സ് എന്നാ വരിക. എക്സ് മൈനസ് എക്സ് എന്നാണ് ആരാ നമുക്ക് കിട്ടുക? എം ടി സെറ്റ്. എം ടി സെറ്റ് ടോപ്പോളജിയിലുണ്ട്. അപ്പൊ എക്സ് എന്തായി? എക്സ് മൈനസ് എക്സ് ക്ലോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് ക്ലോസ്ഡ് ആയി. ഓക്കെ, അപ്പൊ എം ടി സെറ്റും എക്സും എപ്പോഴും ക്ലോസ്ഡും ആണ്, ഓപ്പണും ആണ്. ഒരു സെറ്റ് ക്ലോസ്ഡും ആണ്, ഓപ്പണും ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോപ്പൺ എന്നാ പറയാം. ഓക്കെ, അപ്പൊ ക്ലോപ്പൺ സെറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? അത് ക്ലോസ്ഡും ആയിരിക്കും, ഓപ്പണും ആയിരിക്കും. അങ്ങനത്തെ രണ്ട് സെറ്റ്സ് ഏതൊക്കെയാണ്? എം ടി സെറ്റും ഫുൾ സെറ്റും. ഓക്കെ, ഇനി ഒരു സെറ്റിന്റെ ക്ലോഷറിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ക്ലോഷർ? നമ്മൾ ക്ലോസ്ഡ് എന്താന്ന് പറഞ്ഞു. ഇനി ക്ലോഷർ എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദി ക്ലോഷർ ഓഫ് എ സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ്. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ആ ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് ടോ എന്നുള്ള എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഇപ്പൊ എ എന്നുള്ള എന്താണ്? ഒരു എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ഈ സബ്സെറ്റ് എയുടെ ക്ലോഷർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? is defined as the intersection of all clauses containing it. Okay, ഈ എ എന്നുള്ള സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ ആണ് എന്ത്? നമ്മുടെ ക്ലോഷർ എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണ് ഇതെന്ന് വിചാരിക്കാം. നോക്കൂ, ഇപ്പൊ ഇതെന്താണ്? ഇത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ആണ്. നമ്മൾ ഇതിനെ C1 എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? വേറൊരു സെറ്റ് C2 എടുത്ത് എനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. നോക്കൂ, ഞാൻ വേറൊരു സെറ്റ് C3 എടുത്ത്. ഓക്കെ, ഈ C1 C2 C3 എന്നുള്ള ഓരോ സെറ്റിന്റെ ഉള്ളിലും ആരുണ്ട്? എ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C1 എ എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? എ കണ്ടെയ്ൻഡ് ഇൻ C1 ആണ്, എ കണ്ടെയ്ൻഡ് ഇൻ C2 ആണ്, എ കണ്ടെയ്ൻഡ് ഇൻ C3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എ എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? C1 ഇന്റർസെക്ഷൻ C2 ഇന്റർസെക്ഷൻ C3 കണ്ടെയ്ൻഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, എ എന്നുള്ളത് C1 C2 C3 കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ളത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? നമുക്കറിയാം C1 ഇന്റർസെക്ഷൻ C2 ഇന്റർസെക്ഷൻ C3 കണ്ടെയ്ൻഡ് ആയിരിക്കും. ഈ C1 ഇന്റർസെക്ഷൻ C2 ഇന്റർസെക്ഷൻ C3 എന്നുള്ളത് നമുക്കറിയാം എന്താ? ഏത് സെറ്റ് ആയിരിക്കും? ഈ സെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് എനെക്കാട്ടിയും കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പൊ ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് നമ്മുടെ എ എന്നുള്ള സെറ്റിന്റെ ക്ലോഷർ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ മീനിങ്, ഒരു സെറ്റ് എന്റെ ക്ലോഷർ എന്ന് പറഞ്ഞ മീനിങ് ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് സെറ്റ് എടുക്കുക നമ്മൾ. ഓക്കെ, ഇതൊക്കെ C1 C2 C3 ഒക്കെ എന്താണ്? ക്ലോസ് സെറ്റ് ആണ്. നമ്മുടെ മീനിങ് അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ എ എന്നുള്ള സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുക. ആ ക്ലോസ് സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ ആണ് എന്ത്? നമ്മുടെ സെറ്റിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞ മീനിങ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലോഷർ ഓഫ് ദി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ഇവിടെ ഉണ്ട് ഇന്റർസെക്ഷൻ. ഓക്കെ, എന്തിന്റെ ഇന്റർസെക്ഷന്? C സബ്സെറ്റ് ഓഫ് എക്സ്, എക്സിന്റെ സബ്സെറ്റ് സിന്റെ ഇന്റർസെക്ഷൻ എടുക്കുക. ഇനി സി എന്തായിരിക്കണം? സി ക്ലോസ്ഡ് ആയിരിക്കണം, എ സിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. അതായത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് സെറ്റ്സ് എടുക്കുക. ആ ക്ലോസ് സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ ആണ് എന്ത്? സെറ്റിന്റെ ഒരു എ എന്നുള്ള സെറ്റിന്റെ ക്ലോഷർ. ഓക്കെ, ഇനി ഇവിടെ കുറെ ക്ലോഷർ എന്നുള്ള സെറ്റ്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം പഠിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. ജസ്റ്റ് നോക്കി വെക്കാം. ഇപ്പൊ എം ടി സെറ്റിന്റെ ക്ലോഷർ എം ടി സെറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ ക്ലോഷറും ആ സെറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ എ ക്ലോഷറിന്റെ ക്ലോഷർ, സെറ്റിന്റെ ക്ലോഷറിന്റെ ക്ലോഷർ സെറ്റിന്റെ ക്ലോഷർ തന്നെ ആയിരിക്കും. എ ക്ലോഷർ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ ആയിരിക്കും. ഇനി എ യൂണിയൻ ബി ക്ലോഷർ നമുക്ക് എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ക്ലോഷർ എന്നുള്ള ക്ലോഷറിന്റെ പ്രോപ്പർട്ടീസ് ആണ്.
ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്, ഇതിന്റെ പ്രൂഫ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ്. എ എന്നുള്ളത് എന്താണ്? ഒരു സ്പേസ് എക്സിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി എ എന്നുള്ള സെറ്റ് നമ്മൾ എക്സിൽ ഡെൻസ് ആണെന്ന് പറയണമെങ്കിൽ എന്റെ ക്ലോഷർ നമുക്ക് ഫുൾ സെറ്റ് എക്സ് കിട്ടണം. ഓക്കെ, അപ്പൊ എ എന്നുള്ള സെറ്റിന്റെ ക്ലോഷർ എടുത്താൽ നമുക്ക് എക്സ് എന്നുള്ള ഫുൾ സെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എ എന്നുള്ള സെറ്റ് നമ്മൾ എന്ത് പറയും? എ ഇസ് ഡെൻസ് ഇൻ എക്സ് എന്ന് പറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് നമ്മൾ എന്ത് ചെയ്ത് ഓപ്പൺ ഇന്റർവെൽ 0 1 നമുക്കറിയാം ക്ലോസ് ഇന്റർവെൽ 0 1ന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എ എന്നുള്ളത് ഓപ്പൺ ഇന്റർവെൽ 0 1 ആയിട്ട് എടുക്കുക, എക്സ് എന്നുള്ളത് ക്ലോസ് ഇന്റർവെൽ 0 1 ആയിട്ട് എടുക്കുക. നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? ഈ 0 1ന്റെ ക്ലോഷർ എടുക്കുക. ഓപ്പൺ ഇന്റർവെൽ 0 1ന്റെ ക്ലോഷർ ആരായിരിക്കും? അത് ക്ലോസ് ഇന്റർവെൽ 0 1 ആണ്. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ 0 1ന്റെ ക്ലോഷർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനീക്വലാണ്? ക്ലോസ് ഇന്റർവെൽ 0 1 ആയി. അപ്പൊ എ ക്ലോഷർ ഈക്വൽ എക്സ് ഫോമിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്പൺ ഇന്റർവെൽ 0 1 ഈസ് ഡെൻസ് ഇൻ ക്ലോസ് ഇന്റർവെൽ 0 1 നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ലോജിക്ക്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ ആണ് പഠിക്കാനുള്ളത്. നൈബർഹുഡ്സ്, ഇന്റീരിയർ ആൻഡ് അക്യുമുലേഷൻ പോയിന്റ്സ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ ടോപ്പോളജിക്കൽ സ്പേസ്. എക്സ് എന്നുള്ള ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ്. നമ്മളൊരു പോയിന്റ് എക്സ് നോട്ടിനെ എക്സ് എന്ന് ചൂസ് ചെയ്യാം. എൻ സബ്സെറ്റ് ഓഫ് എക്സ്, എക്സിന്റെ ഒരു സബ്സെറ്റ് എൻ ചൂസ് ചെയ്യാം. ദെൻ n is said to be a neighborhood of x naught. ഓക്കെ, n-നെ നമ്മൾ x naught എന്നുള്ള പോയിന്റിന്റെ ഒരു നൈബർഹുഡ് ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ x naught is said to be an interior point of n, നമുക്ക് അങ്ങനെയും പറയാം. x naught-നെ n-ന്റെ ഇന്റീരിയർ പോയിന്റ് ആണ് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? if there is an open set v such that x naught belongs to v and v subset of n. x naught-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കിട്ടണം. ഓപ്പൺ സെറ്റ് n-നകത്ത് വേണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത് ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് x ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ x നോട്ട് എന്നുള്ള പോയിന്റിനെ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി n എന്താണ് എന്നുള്ളത് എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് n. x നോട്ട് n-ലുണ്ട്. ഇനി x നോട്ടിന്റെ നൈബർഹുഡ് ആണ് n, അല്ലെങ്കിൽ n-ന്റെ ഇന്റീരിയർ പോയിന്റ് ആണ് x നോട്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഈ x നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന n-നുള്ളിൽ ഒരു ഓപ്പൺ സെറ്റ് v നമുക്ക് കിട്ടണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇത്ര നമ്മൾ നോക്കി വെച്ചാൽ മതി. x നോട്ട് v-ൽ വേണം, v n-ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി v എന്നുള്ള എലമെന്റ് എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? x-ന്റെ ടോപ്പോളജി ആയിട്ടുള്ള ടോലുള്ള ഒരു മെമ്പർ ആയിരിക്കണം v, ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒരു v കിട്ടി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ x നോട്ടിന്റെ നൈബർഹുഡ് ആണ് n എന്ന് പറയും. ഓക്കെ, x നോട്ടിന്റെ നൈബർഹുഡ് ആണ് n എന്ന് നമുക്ക് പറയാം. ഇതാണ് നൈബർഹുഡിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഒരു പ്രൊപ്പോസിഷൻ ആണ്. എ സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് ഓപ്പൺ. ഒരു ടോപ്പോളജിക്കൽ സ്പേസിന്റെ സബ്സെറ്റ് ഓപ്പൺ ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ടോപ്പോളജിയിലെ മെമ്പർ ആണെങ്കിൽ, if and only if it is a neighborhood of each of its points. ആ ഓപ്പൺ സെറ്റിന്റെ ഓരോ പോയിന്റിന്റെ നൈബർഹുഡ് ആയിരിക്കും ആ സെറ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഒരു സെറ്റിനെ ഓപ്പൺ കാണിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, അതിലൊരു സബ്സെറ്റ് നമ്മൾ ഓപ്പൺ എന്നാൽ ടോപ്പോളജിയിലെ മെമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാണിച്ചാൽ മതി? ആ സെറ്റിനകത്തെ പോയിന്റ്സിന്റെ ഓരോ പോയിന്റിന്റെ നൈബർഹുഡ് ആണ് എന്ന് ആ സെറ്റ് എന്ന് കാണിച്ചാൽ മതി. അതാണ് ഈ പ്രൊപ്പോസിഷന്റെ ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഡെഫിനിഷൻ ആണ്. എക്സ്ട്രോ എന്നുള്ളത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, എക്സ്ട്രോ ഈസ് എ ടോപ്പോളജിക്കൽ സ്പേസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. എക്സിന്റെ സബ്സെറ്റ് ആണ് എ. Then the interior, എന്താണ് ഇന്റീരിയർ? ഇന്റീരിയർ ഓഫ് എ is defined to be the set of all interior points of A. എ എന്നുള്ള സെറ്റിന്റെ ഇന്റീരിയർ പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ എന്ത് പറയാ? സെറ്റിന്റെ ഇന്റീരിയർ എന്ന് പറയാം. ഇന്റീരിയർ പോയിന്റ് എങ്ങനെയാണ് വന്നത് നമുക്കറിയാലോ. ഇവിടെ എന്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണ് എക്സ് നോട്ട്. ഓക്കെ, ഇത്തരം n-ന്റെ എല്ലാ ഇന്റീരിയർ പോയിന്റ്സിന്റെയും കളക്ഷൻ എടുക്കുക. ഓക്കെ, ഇതിനാണ് എന്ത് പറയാ? ഇന്റീരിയർ എന്ന് പറയാം. ഓക്കെ, ഇന്റീരിയർ പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ ഇന്റീരിയർ എന്ന് പറയാം, സിമ്പിൾ ആയിട്ട്. അത് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാം A0 അല്ലെങ്കിൽ int A എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്റീരിയറും നൈബറും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് നമ്മളെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ്. ഇനി മറ്റൊരു ഡെഫിനിഷൻ എക്സ്റ്റീരിയർ. ഓക്കെ, ഒരു സെറ്റിന്റെ എക്സ്റ്റീരിയർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ദ ഇന്റീരിയർ ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്. ഇന്റീരിയറിന്റെ കോംപ്ലിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്റ്റീരിയർ എന്ന് പറയാം. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. Let X be a space and X belongs to X.
അപ്പോൾ എക്സ് എന്നുള്ളൊരു ടോപ്പോളജിക്കൽ സ്പേസിന്റെ എക്സ് എന്നൊരു എക്സ് എന്നുള്ള പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. Let nx be the set of all neighborhoods of x in x. ഇനി എക്സ് എന്നുള്ള പോയിന്റ്സിന്റെ നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ് nx. ഓക്കെ, എക്സ് എന്നുള്ള പോയിന്റിന് ഒരുപാട് നൈബർഹുഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു എക്സ്റ്റോ, അതിലൊരു പോയിന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നൈബർഹുഡ് ആണ്, ഇത് മറ്റൊരു നൈബർഹുഡ് ആണ്, ഇത് മറ്റൊരു നൈബർഹുഡ് ആണ്. ഇങ്ങനെ ഒരുപാട് നൈബർഹുഡ്സ് ഉണ്ട്, അതിന്റെ കളക്ഷൻ ആണ് nx. ഓക്കെ, ദ ഫാമിലി nx ഈസ് കോൾഡ് നൈബർഹുഡ് സിസ്റ്റം അറ്റ് എക്സ്. ഒരു പോയിന്റിന്റെ നൈബർഹുഡ് സിസ്റ്റം എന്നാണ് നമ്മൾ ഈ കളക്ഷനെ പറയാം. എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു പോയിന്റ്സിന്റെ നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് പറയാം, നൈബർഹുഡ് സിസ്റ്റം അറ്റ് എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, നൈബർഹുഡ് സിസ്റ്റം എന്ന് പറഞ്ഞ മീനിങ് ഒന്നിൽ കൂടുതൽ, ഒരു പോയിന്റിന്റെ ഒന്നിൽ കൂടുതൽ നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ് നൈബർഹുഡ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്, ലെറ്റ് എ ബി എ സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്. എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് എ ആൻഡ് y belongs to x. y എന്നുള്ളത് എക്സിൽ ഒരു പോയിന്റ് ആണ്. then y is said to be an accumulation point of a. a എന്നുള്ള സെറ്റിന്റെ accumulation point ആണ് y എന്ന് പറയണമെങ്കിൽ if every open set containing y contains at least one point of a other than y. ഓക്കെ, എന്താണ് ഇതിന്റെ മീനിങ്? നമ്മൾ y നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ എന്റെ ഒരു പോയിന്റ് എങ്കിലും വേണം, ആരല്ലാത്ത y അല്ലാത്ത എന്റെ ഒരു പോയിന്റ് എങ്കിലും വേണം. ഇതാണ് എന്തിന്റെ മീനിങ്? നമ്മുടെ അക്യുമുലേഷൻ പോയിന്റിന്റെ മീനിങ്. നമ്മൾ അക്യുമുലേഷൻ പോയിന്റ് എന്ന് പറഞ്ഞ മീനിങ് ലിമിറ്റ് പോയിന്റ് എന്നാണ്, നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ അക്യുമുലേഷൻ പോയിന്റ് എന്ന മീനിങ് എന്താണ്? അപ്പൊ നമ്മുടെ ഇതാ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, എ എന്നുള്ളത് എന്താണ്, ഒരു സബ്സെറ്റ് ആണ്. y എന്നുള്ളത് എന്താണ്, എക്സിൽ ഒരു പോയിന്റ് ആണ്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, y എന്നുള്ള പോയിന്റ് എ എന്നുള്ള സെറ്റിന്റെ അക്യുമുലേഷൻ പോയിന്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ ആ y എന്നുള്ള പോയിന്റ് ഒന്നുകിൽ എയിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ പുറത്തായിരിക്കാം. ഓക്കെ, എപ്പോഴും എയിൽ ഉണ്ടാണെന്ന് നിർബന്ധമില്ല, എയിൽ ഉണ്ടായാലും കുഴപ്പമില്ല. ഞാനിവിടെ പുറത്താണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ y-നെ എന്റെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ, എവറി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് y നെ കണ്ടെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഞാൻ എടുത്തു. നോക്കൂ, ഇവിടെ y-നെ കണ്ടെയ്യുന്ന ഓപ്പൺ സെറ്റ് ഞാൻ എടുത്തു. ഓക്കെ, അതിൽ എന്ത് വേണം? കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് എ. അതിൽ ഈ ഓപ്പൺ സെറ്റിൽ നോക്കൂ, ഇതാ ഇത്രയും പോയിന്റ്സ് എന്റെ പോയിന്റ്സ് ഇല്ലേ. നോക്കൂ, ഈ യു എന്നുള്ള ഓപ്പൺ സെറ്റ് ഞാൻ എടുത്തു, y-നെ കണ്ടെയ്യുന്നത്. അതിൽ എന്റെ കുറെ പോയിന്റ്സ് ഉണ്ട്, അതിൽ y അല്ലാത്ത കുറെ പോയിന്റ്സ് വേണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും വേണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? y-ന്റെ എന്റെ ലിമിറ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ അക്യുമുലേഷൻ പോയിന്റ് ആണ് y എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ ഈ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ എടുക്കാം. ഓക്കെ, എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷന് നമുക്ക് ലിമിറ്റ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായി. ഈ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയാം എന്താണ്? ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എ എന്നുള്ള സെറ്റിന്റെ, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട് എ എക്സ്, അതിന്റെ സബ്സെറ്റ് ആണ് എ. എന്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? അതിന്റെ അക്യുമുലേഷൻ പോയിന്റ്സിന്റെ കളക്ഷൻ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ അക്യുമുലേഷൻ പോയിന്റ്സ് ഓഫ് എ, അതാണ് എന്ത്? എ എന്നുള്ള സെറ്റിന്റെ ഡിറൈവ്ഡ് സെറ്റ്. ഓക്കെ, നമ്മളതിനെ ഡിനോട്ട് എ ഡാഷ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു തിയറം ഓർത്തിരിക്കാം, ഒരു തിയറമാണിത്. എ എന്നുള്ള സെറ്റിന്റെ ക്ലോഷർ നമുക്ക് കിട്ടണമെങ്കിൽ, ഓക്കെ, ഒരു സെറ്റ് എന്റെ ക്ലോഷർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെറ്റിലെ പോയിന്റ്സിന്റെയും ആ സെറ്റിന്റെ ഡിറൈവ്ഡ് സെറ്റിന്റെയും യൂണിയൻ എടുത്താൽ മതി. എങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? എന്റെ ക്ലോഷർ കിട്ടും. അപ്പൊ സെറ്റിന്റെ ക്ലോഷർ കിട്ടാൻ സെറ്റിലെ പോയിന്റ്സിന്റെയും സെറ്റിലെ ലിമിറ്റ് പോയിന്റ്സിന്റെയും യൂണിയൻ എടുത്താൽ മതി. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ, ഒരു സെറ്റിന്റെ ബൗണ്ടറി. ഓക്കെ, ബൗണ്ടറിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. അപ്പൊ എ എന്നുള്ള ഒരു സെറ്റ്, ഒരു സബ്സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എക്സ്റ്റോ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് എ. എ എന്നുള്ള സെറ്റിന്റെ ബൗണ്ടറി നമ്മൾ ഡിനോട്ട് എങ്ങനെയാണ്? ഡോ ഓഫ് എ. ഓക്കെ, ഡോ ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എ ക്ലോഷർ ഇന്റർസെക്ഷൻ എക്സ് മൈനസ് എ ക്ലോഷർ. ഓക്കെ, ഇത് എക്സ് മൈനസ് എന്റെ ക്ലോഷറിന്റെയും എ ക്ലോഷറിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന സെറ്റ് ഏതാണോ അതാണ് എ എന്നുള്ള സെറ്റിന്റെ ബൗണ്ടറി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ബി എ ഫംഗ്ഷൻ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ്. നോക്കൂ, നമ്മുടെ കയ്യിൽ എക്സ് നിന്ന് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതാണ് എഫ്. ഓക്കെ, ഇവിടെ എക്സ് നോട്ട് എന്നുള്ളൊരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എക്സ് നോട്ട് ഉള്ളൊരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട് എക്സിൽ. ഓക്കെ,
and tau u be topologies on x and x comma y. ഇപ്പോൾ നമ്മുടെ x എന്നുള്ള സെറ്റിലുള്ള ടോപ്പോളജി ഏതാണ്? ഇവിടെ tau ആണ്. ഓക്കെ, y എന്നുള്ള സെറ്റിലുള്ള ടോപ്പോളജി ഏതാണ്? u ആണ്. ഓക്കെ, അപ്പോൾ x ലും y ലും ഓരോ ടോപ്പോളജീസ് ഉണ്ട്. ഓക്കെ, then f is said to be continuous at x naught. ഓക്കെ, x naught എന്നുള്ള പോയിന്റിൽ f കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് കണ്ടീഷൻ? if for every v belongs to u such that f of x naught belongs to v. ഓക്കെ, f of x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന v നമ്മൾ എടുത്തു കഴിഞ്ഞാൽ there exists u belongs to tau such that x naught belongs to u and f of u contained in v. ഓക്കെ, x naught x നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് f of x naught y ൽ ഉണ്ടാവും. ആ f of x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് v നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x ൽ ഒരു u കിട്ടണം. x ന്റെ ടോപ്പോളജി tau ൽ ഒരു u കിട്ടണം. x naught u ൽ വേണം, f of u v ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മീനിങ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ x tau എന്നുള്ളതും y u എന്നുള്ളതാണ് രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. x tau എന്നുള്ള സ്പേസിൽ നിന്ന് y u എന്നുള്ള സ്പേസിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് f. ഈ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് x naught x ൽ ചൂസ് ചെയ്യാം. ഈ f എന്നുള്ള ഫംഗ്ഷൻ x naught ൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ, ഓക്കെ, f ഈസ് കണ്ടിന്യൂസ് അറ്റ് x naught എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താ നോക്കാം. നോക്കൂ, ഇവിടെ x naught എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് f of x naught ഇവിടെ അല്ലേ ഉണ്ടാവുക? നമുക്കറിയാലോ. ഓക്കെ, ഇനി f of x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് v നമ്മൾ എന്ത് ചെയ്തു? u എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ v എന്നുള്ളത് എന്താണ്? y ന്റെ ടോപ്പോളജി ആയിട്ടുള്ള u ലുള്ള ഒരു മെമ്പർ ആണ് v. ഓക്കെ, അപ്പൊ f of x naught ഉള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന y ന്റെ ടോപ്പോളജിയുള്ള ഒരു മെമ്പർ v നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടുത്തെ x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് u കിട്ടണം. ഓക്കെ, u എവിടുത്തെ മെമ്പർ ആയിരിക്കണം? u എന്നുള്ളത് x ന്റെ ടോപ്പോളജി tau ലെ മെമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് u നമുക്ക് കിട്ടണം. ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, f of u, നോക്കൂ, u എന്നുള്ള ഈ സെറ്റിന്റെ ഓപ്പൺ സെറ്റിന്റെ ഇമേജ് f of u എവിടെ ഉണ്ടായിരിക്കുക? ഇവിടെ അല്ലേ? ആ f of u എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? v ക്കകത്ത് കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയി നമുക്ക് ഇതിനെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 2-3 ലൈനിൽ പറയുകയാണെങ്കിൽ ഫോർ എവറി f of x naught നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫോർ എവറി v belongs to u f of x naught belongs to v. ഓക്കെ, u എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു v ചൂസ് ചെയ്യാം. ഓക്കെ, ആ v ൽ f of x naught വേണം. ഓക്കെ, then there exists an open set u in u. ഓക്കെ, നമുക്കൊരു ഓപ്പൺ സെറ്റ് u എവിടെ കിട്ടണം? ഇവിടുത്തെ u അല്ല, tau എന്നുള്ള ടോപ്പോളജിയിൽ കിട്ടണം. such that x naught belongs to u. ഓക്കെ, x naught എവിടെ ഉണ്ടായിരിക്കണം? u ൽ ഉണ്ടായിരിക്കണം. ഓക്കെ, x naught നെ കണ്ടെയ്ൻ ചെയ്യുന്ന u ആയിരിക്കണം. ആൻഡ് f of u എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? v ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. f of u എന്നുള്ളത് v ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? f എന്നുള്ള ഫംഗ്ഷന് x naught എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇതാണ് കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ, ടോപ്പോളജിക്കൽ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. f x naught ൽ കണ്ടിന്യൂസ് ആണ്. ഇത് ഈക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 1 implies 2, 2 implies 3, അങ്ങനെ പറയാം. f x naught ൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ the inverse image of every neighborhood of f of x naught in y is a neighborhood of x naught in x. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? f of x naught ന്റെ y ലുള്ള നൈബർഹുഡിന്റെ ഇൻവേഴ്സ് ഇമേജ്, ഓക്കെ, അതെന്തായിരിക്കും? അത് x ലെ x naught ന്റെ ഒരു നൈബർഹുഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതിന് പകരം നമ്മൾ ഇത് പറഞ്ഞാൽ മതി. അതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, അതേപോലെ f കണ്ടിന്യൂസ് ആണ് x naught ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? x ന്ന് a എന്നുള്ള ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യാം. x naught a ക്ലോഷർ ഉണ്ടെങ്കിൽ f of x naught f of a ക്ലോഷർ ഉണ്ടായിരിക്കും. ഇതെന്താണ്? കണ്ടിന്യൂറ്റിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ മീനിങ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? f is continuous at x naught എന്നാണ്. അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്താൽ മതി f കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഐഡിയാസ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ. x ഉം y എന്താണ്? രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. A function f from x to y is said to be open. Okay, ഒരു ഫംഗ്ഷനെ നമ്മൾ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? if whenever
A is open in open subset of X. Okay. X ലെ open subset ആണ് എങ്കിൽ f of a is open. f of a എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ മീനിങ് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ഇപ്പൊ x ഉം y എന്താണ്? രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. x എന്ന് y-ലേക്കുള്ള ഫംഗ്ഷൻ ആണ് f. ഓക്കെ, ഇവിടെ a എന്നുള്ളൊരു സെറ്റ് x ന്റെ സബ്സെറ്റ് നമ്മൾ എടുത്തു. ഇതെന്താണ്? ഇത് എവിടുത്തെ മെമ്പർ ആണ്? ഇവിടുത്തെ ടോപ്പോളജിയിലെ ഒരു മെമ്പർ ആണ് a. ഇതിന്റെ ഇമേജ് f of a എവിടെ ഉണ്ടായിരിക്കുക? ഇവിടെയാണല്ലോ. ഈ f of a എവിടുത്തെ മെമ്പർ ആണ്? ഇവിടുത്തെ ടോപ്പോളജിയിലെ മെമ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ ഓപ്പൺ എന്ന് പറയും. മീനിങ് ഓപ്പൺ സെറ്റ്സിന്റെ ഇമേജ് ഓപ്പൺ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോപ്പോളജിയിലെ എലമെന്റിനെ ഇവിടുത്തെ ടോപ്പോളജിയിലേക്കാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ഓപ്പൺ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പൺ എന്നുള്ളതിന്റെ ഐഡിയ. ഒരു ഫംഗ്ഷൻ ഓപ്പൺ ആണെന്നുള്ളതിന്റെ ഐഡിയ. ഓക്കെ, ടോപ്പോളജിയിലെ എലമെന്റിനെ ടോപ്പോളജിയിലെ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യണം. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ് ഹോമിയോമോർഫിസം. ഓക്കെ, ഒരു സ്പേസ് എക്സ് നിന്ന് ഒരു സ്പേസ് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഹോമിയോമോർഫിസം എന്ന് പറയണമെങ്കിൽ അതൊരു ബൈജക്ഷൻ ആയിരിക്കണം. അതാണ് മീനിങ്. എന്താണ്? 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. അതേപോലെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, എഫും എഫ് ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എഫും എഫ് ഇൻവേഴ്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള 1 ആൻഡ് ഓൺ ടു ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോമിയോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, കോഷ്യന്റ് സ്പേസ്. ഓക്കെ, കോഷ്യന്റ് സ്പേസിന്റെ ഐഡിയ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ കോഷ്യന്റ് ടോപ്പോളജി എന്താണെന്ന് നമുക്ക് പറയാം. കോഷ്യന്റ് ടോപ്പോളജി. ഓക്കെ, ഇതിന്റെ ഐഡിയ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഓക്കെ, എക്സ് ടോ എന്നുള്ളത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ഈ എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിന്റെ അല്ലെങ്കിൽ എക്സിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ത്? വൈ. നോക്കൂ, ഇപ്പൊ എക്സിന്റെ സബ്സെറ്റ് ആണ് വൈ എങ്കിൽ വൈയിൽ നമുക്കൊരു പുതിയ ടോപ്പോളജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സിന്റെ സബ്സെറ്റ് ആണല്ലോ വൈ. അങ്ങനെയാണെങ്കിൽ വൈ എന്നുള്ള സബ്സെറ്റിൽ നമുക്കൊരു പുതിയ ടോപ്പോളജി ഉണ്ടാക്കാൻ പറ്റും. ആ ടോപ്പോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഷ്യന്റ് ടോപ്പോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സബ്സ്പേസ് ടോപ്പോളജി എന്നും പറയാറുണ്ട്. ഇനി അതിലെ ടോപ്പോളജിയെ നമ്മൾ പറയാം ടോ ബാർ വൈ എന്നാ പറയാം, അല്ലെങ്കിൽ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ. ഓക്കെ, നമുക്ക് എങ്ങനെയും പറയാം. നമുക്ക് അതിന് ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോ ബാർ വൈ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇവിടുത്തെ വൈ എന്നുള്ള സെറ്റിലെ ടോപ്പോളജി നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്ന ഈ രൂപത്തിലാണ്. ഇതിലെ പ്രത്യേകത എന്താണ്? ഇതിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു ഇന്റർസെക്ഷൻ വൈ. ഓക്കെ, such that u belongs to ടോ. ഈ രൂപത്തിലുള്ള എലമെന്റ്സ് ആണ് നമ്മുടെ y എന്നുള്ള സെറ്റിലെ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മൾ വൈന്റെയും ടോപ്പോളജി, എക്സിന്റെ ടോപ്പോളജി ടോയിലെ എലമെന്റ് യുവിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്താണ്? ഇപ്പൊ ടോ എന്നുള്ള ടോപ്പോളജിയിൽ എന്താണ്? കുറെ എലമെന്റ്സ് ഉണ്ട്, u1 u2 എക്സെട്ര, കുറെ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സബ്സ്പേസ് ടോപ്പോളജിയിലെ എലമെന്റ്സ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ u1 ഇന്റർസെക്ഷൻ u1 ഇന്റർസെക്ഷൻ y എടുക്കുക. ഈ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? വൈന്റെ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കും. അതേപോലെ u2 ഇന്റർസെക്ഷൻ y എടുക്കുക. ഇത് എവിടെ ഉണ്ടായിരിക്കും? ഈ വൈന്റെ ടോപ്പോളജിയിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? ശരിക്കും എക്സ് ടോ എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസിന്റെ സബ്സെറ്റ് ആണ് വൈ. വൈയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പോളജി നമ്മൾ കോഷ്യന്റ് ടോപ്പോളജി അല്ലെങ്കിൽ സബ്സ്പേസ് ടോപ്പോളജി എന്ന് പറയും. അതിലെ എലമെന്റ്സ്, ഇതിലെ ടോപ്പോളജിയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? വൈന്റെയും ടോപ്പോളജി ടോയിലെയും എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ കിട്ടുന്ന എലമെന്റ്സ് ആണ് എന്തിലുണ്ടായിരിക്കുക? വൈന്റെ ടോപ്പോളജിയിൽ ഉണ്ടായിരിക്കുക. ഇതാണ് കോഷ്യന്റ് ടോപ്പോളജി അല്ലെങ്കിൽ സബ്സ്പേസ് ടോപ്പോളജി. ഓക്കെ, ഇനി നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിനെ, ഈ ടോപ്പോളജിക്കൽ സ്പേസിന് നമ്മൾ എന്താ പറയാ? വൈ ടോ ബാർ വൈ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? കോഷ്യന്റ് ടോപ്പോളജി അല്ലെങ്കിൽ കോഷ്യന്റ് സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സ്പേസസ് വിത്ത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഡിവിസിബിൾ എന്ന് പറയണമെങ്കിൽ, ഓക്കെ, ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയെ നമ്മൾ ഡിവിസിബിൾ പ്രോപ്പർട്ടി എന്ന് പറയണമെങ്കിൽ whenever a space has it, നമ്മുടെ ടോപ്പോളജിക്കൽ സ്പേസിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സോ ഡസ് എവറി കോഷ്യന്റ് സ്പേസ് ഓഫ് ഇറ്റ്, ആ ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഏത് കോഷ്യന്റ് സ്പേസിനും അതേ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസിനുള്ള അതേ പ്രോപ്പർട്ടി കോഷ്യന്റ് സ്പേസിന് അല്ലെങ്കിൽ സബ്സ്പേസിന്
സബ്സ്പേസ് ടോപ്പോളജിക്കൽ സ്പേസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ ഡിവിസിബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, എ സബ്സെറ്റ് എ ഓഫ് എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി കോമ്പാക്ട്. എക്സ് എന്നുള്ളൊരു ടോപ്പോളജിക്കൽ സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എ. ഓക്കെ, ഇനി എനെ നമ്മൾ കോമ്പാക്ട് എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. ഓക്കെ, കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എക്സ്, എക്സിന്റെ കോമ്പാക്ട് സബ്സെറ്റ് ആണ് എ എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എവറി കവർ ഓഫ് എ ബൈ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ്, എക്സിന്റെ ഓപ്പൺ സബ്സെറ്റ് വെച്ചിട്ടുള്ള എന്റെ ഏത് കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മീനിങ് എന്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ, അതിന് ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ ആണ്, സബ് കവർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എനെ നമ്മൾ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പൺ കവറിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ, അതായത് ഒരു ഫൈനൈറ്റ്, അതിന്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് നമ്മൾ എടുത്ത് അതിനെ വീണ്ടും എനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഫൈനൈറ്റ് കവർ, ഫൈനൈറ്റ് ഓപ്പൺ കവർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ എ എന്നുള്ള സെറ്റിനെ കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയും. ഓക്കെ, ഇനി അതേ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ലിൻഡൽ ഓഫ്. എ എന്നുള്ള സെറ്റിനെ എക്സിന്റെ ലിൻഡൽ ഓഫ് ആണെന്ന് പറയണമെങ്കിൽ, ലിൻഡൽ ഓഫ് സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഏതൊരു ഓപ്പൺ കവർ എടുത്തു കഴിഞ്ഞാൽ അതിന് കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ കോമ്പാക്ട് ലിൻഡൽ ഓഫും വളരെ അടുത്തടുത്തുള്ള ഡെഫിനിഷൻസ് ആണ്. കോമ്പാക്ട് എന്ന് പറഞ്ഞ മീനിങ് എന്റെ ഏത് ഓപ്പൺ കവറിനും ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ കിട്ടണം. ലിൻഡൽ ഓഫ് എന്ന് പറഞ്ഞാൽ എന്റെ ഏത് ഓപ്പൺ കവറിനും കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അതിന് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. എ സ്പേസ് ഈസ് സെഡ് ടു ബി സെപ്പറബിൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ്. ഒരു സ്പേസിന് സെപ്പറബിൾ സ്പേസ് എന്ന് പറയണമെങ്കിൽ അതിൽ എന്ത് കണ്ടെയ്ൻഡ് ആയിരിക്കണം? ഒരു ഡെൻസ് സബ്സെറ്റ്, കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട് എക്സ് ടോ എന്നുള്ള. ഓക്കെ, ഇത് നമ്മൾ ഡെൻസ് എന്ന് പറയണമെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കണം? ഒരു സബ്സെറ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്ക് എ എന്ന് ജസ്റ്റ് പേര് കൊടുക്കാം. ഓക്കെ, ഈ സെറ്റ് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് ആയിരിക്കണം. ഡെൻസിന്റെ കണ്ടീഷൻ എന്താണ്? ഈ എന്റെ ക്ലോഷർ എടുത്താൽ നമുക്ക് എക്സ് കിട്ടണം. ഓക്കെ, അതേപോലെ എയിലുള്ള എലമെന്റ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാനും പറ്റണം. കൗണ്ടബിൾ സെറ്റ് ആയിരിക്കണം. അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ള ഡെൻസ് സബ്സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസിന് സെപ്പറബിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഇതൊരു തിയറമാണ്, ലെബർഗ് കവറിംഗ് ലെമ്മ എന്ന് പറയും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, കാരണം ഒരു നെയിംഡ് ആയിട്ടുള്ള ലെമ്മയാണ്. ഇതിന്റെ ഐഡിയ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൽ നെയിമിലുള്ളത് പോലെ തന്നെ ഇതൊരു കവറിംഗ് ലെമ്മ എന്നാണ് ഇതിന്റെ നെയിം. നെക്സ്റ്റ് ബി എ കോമ്പാക്ട് മെട്രിക് സ്പേസ്. ഓക്കെ, ഒരു കോമ്പാക്ട് മെട്രിക് സ്പേസ് ആണ് എക്സ് ടി. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു, ഏതൊരു ഓപ്പൺ കവർ എടുത്തു കഴിഞ്ഞാൽ അതിന് ഫൈനൈറ്റ് ആയിട്ടുള്ള സബ് കവർ ഉള്ള ഒരു മെട്രിക് സ്പേസ് ആണ് എക്സ് ഡി. ഓക്കെ, and let u be an open cover of x. എക്സിന്റെ ഒരു ഓപ്പൺ കവർ ആണ് ഇത് യു. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് യുവിന്റെ എലമെന്റ്സിന്റെ യൂണിയനിൽ ആരുണ്ട്? എക്സ് ഉണ്ട്. ഓക്കെ, then there exists a positive real number r. അങ്ങനെയാണ് നമുക്കൊരു പോസിറ്റീവ് റിയൽ നമ്പർ r ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? such that for any x in x, എക്സിൽ ഏത് എലമെന്റ് x നമ്മൾ എടുത്തു കഴിഞ്ഞാലും there exists v belongs to u. ഈ ഓപ്പൺ കവർ യു എന്ന് നമുക്ക് ഒരു എലമെന്റ് v ഫൈൻഡ് ചെയ്യാൻ പറ്റും. such that v of xr is contained in v. x സെന്റർ ആയിട്ട് ആ റേഡിയസ് ഉള്ള ഈ ബോൾ വിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, ഇത്തരം ബോൾസ് വെച്ചിട്ട് നമുക്ക് വ്യൂവിലുള്ള എലമെന്റ്സിനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു തിയറമാണ്. അതിന് നമ്മൾ പറയുന്നത് ലെബർഗ് കവറിംഗ് ലെമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മീനിങ് നമ്മുടെ കോമ്പാക്ട് മെട്രിക് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എക്സിന്റെ ഒരു ഓപ്പൺ കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലുള്ള ആ കവറിലുള്ള എലമെന്റ്സിനെ നമുക്ക് ഓപ്പൺ ബോൾസ് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ലോജിക്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്, എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഈസ് ഹെറിഡിറ്ററി ഇഫ് whenever a space has it, so does every subspace of it. ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയെ ഹെറിഡിറ്ററി എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷന്? നമ്മൾ ഒരു സ്പേസിന് ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഏത് സബ്സ്പേസിനും അതേ പ്രോപ്പർട്ടി വേണം. ഓക്കെ, നമ്മളെ ടോപ്പോളജിക്കൽ സ്പേസിനുള്ള അതേ പ്രോപ്പർട്ടി അതിന്റെ ഏത് സബ്സ്പേസിനും ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി.
സെക്കൻഡ് കൗണ്ടബിലിറ്റി എന്നുള്ളത് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മുടെ ടോപ്പോളജിക്കൽ സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ് സ്പേസും സെക്കൻഡ് കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ലാത്തതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എഴുതാം? സെപ്പറബിലിറ്റി ഈസ് നോട്ട് ഹെറിഡിറ്ററി. സെപ്പറബിലിറ്റി എന്തല്ല? ഹെറിഡിറ്ററി അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മളെ ടോപ്പോളജിക്കൽ സ്പേസ് സെപ്പറബിൾ ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ സബ് സ്പേസ് സെപ്പറബിൾ ആണെന്നില്ല. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്ററി പ്രോപ്പർട്ടിന്റെ എക്സാമ്പിൾ സെക്കൻഡ് കൗണ്ടബിലിറ്റി ആണ്. അതുപോലെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ലാത്തതിന് എക്സാമ്പിൾ ഏതാണ്? സെപ്പറബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് കാര്യങ്ങളാണ്. ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ് വീക്ക്ലി ഹെറിഡിറ്ററി. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി സെറ്റ് ടു ബി വീക്ക്ലി ഹെറിഡിറ്ററി. നമ്മളൊരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയെ വീക്ക്ലി ഹെറിഡിറ്ററി എന്ന് പറയണമെങ്കിൽ ഇഫ് വെൻ അവർ എ സ്പേസ് ഹാസ് ഇറ്റ്, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരു സ്പേസിന് ഉണ്ടെങ്കിൽ സോ ഡസ് എവറി ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ഇറ്റ്. ഒരു ടോപ്പോളജിക്കൽ സ്പേസിനുള്ള പ്രോപ്പർട്ടി അതിന്റെ ക്ലോസ്ഡ് സബ്സ്പേസിന് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടിയെ വീക്ക്ലി ഹെറിഡിറ്ററി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഹെറിഡിറ്ററിയും വീക്ക്ലി ഹെറിഡിറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പേസിനുള്ള പ്രോപ്പർട്ടി ക്ലോസ്ഡ് സബ്സ്പേസിനാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? വീക്ക്ലി ഹെറിഡിറ്ററി എന്നാണ് പറയുക. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനേഷൻ നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ലെറ്റ് x be a space and x belongs to x. x ഉള്ള ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്, അതിലൊരു പോയിന്റ് x നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, then a local base at x. x എന്നുള്ള പോയിന്റിലുള്ള ലോക്കൽ ബേസ്, ഇതിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോക്കൽ ബേസിന്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ L of neighborhoods of x. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബേസ് അറ്റ് x, x എന്നുള്ള പോയിന്റുള്ള ലോക്കൽ ബേസിന്റെ മീനിങ് എന്താണ്? അത് x എന്നുള്ള പോയിന്റുള്ള നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ്. ഓക്കെ, അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് L എന്നാണ്, സ്ക്രിപ്റ്റ് L. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബേസ് എന്ന മീനിങ്, ഒരു പോയിന്റുള്ള ലോക്കൽ ബേസിന്റെ മീനിങ് ആ പോയിന്റുള്ള നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ്. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? സച്ച് ദാറ്റ് ഗിവൺ എനി നൈബർഹുഡ് n ഓഫ് x, x ന്റെ ഏത് നൈബർഹുഡ് n നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും there exists L in L, നമുക്കൊരു L എന്നുള്ള ഒരു എലമെന്റ് ഈ നൈബർഹുഡിന്റെ കളക്ഷൻ എന്ന് കിട്ടണം. ഓക്കെ, സാറ്റിസ്ഫൈങ് L കണ്ടെയ്ൻഡ് ഇൻ L. ആ n നുള്ളിൽ ആയിരിക്കണം നമ്മുടെ ഈ L ഉള്ള എലമെന്റ്. ഓക്കെ, മീനിങ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു നൊട്ടേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു L വേണം, ഈ L ൽ എന്ത് കണ്ടെയ്ൻഡ് ആയിരിക്കണം? n വേണം. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് ഇതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നൈബർഹുഡ് എക്സിന്റെ ഒരു നൈബർഹുഡ് n തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ശരിക്കും നൈബർഹുഡ് ആവാൻ വേണ്ട കണ്ടീഷൻ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൈബർഹുഡ് ആവാൻ വേണ്ട കണ്ടീഷൻ എക്സിനെ കണ്ടെയ്ൻ ഒരു ഓപ്പൺ സെറ്റ് V വേണം. V എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം? n ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇനി ഇത് നമ്മൾ ലോക്കൽ വൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ആഡ് ചെയ്യാം? ഇസ് കണ്ടെയ്ൻഡ് ഇൻ n and contained in L and is contained in L. ഇപ്പൊ നോക്കൂ, നമ്മൾ ലോക്കൽ ബേസിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. അതായത് x ഉള്ള പോയിന്റ് ഒരു ഓപ്പൺ സെറ്റ് V ൽ ഉണ്ടായിരിക്കണം, V L ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം, L n ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇതാണ് ലോക്കൽ ബേസിന്റെ മീനിങ്. ഇനി നോക്കൂ, നൈബർഹുഡ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ മാത്രം എടുത്ത് നമുക്ക് എന്താ കിട്ടുക? ഇതാ ഇത്രയും മതി. ഓക്കെ, നൈബർഹുഡിന്റെ ഡെഫിനിഷൻ ആവാന് ഇത്രയും മാത്രം മതി. x V ൽ ഉണ്ടായിരിക്കണം, V n ൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ V ന്റെയും n ന്റെ ഇടയിൽ നമുക്കൊരു L, ഓക്കെ, ഒരു നൈബർഹുഡ്, ഒരു പുതിയ നൈബർഹുഡ് L ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത്തരം എല്ലുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം എല്ലുകളുടെ കളക്ഷൻ നമ്മൾ സ്ക്രിപ്റ്റ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ലോക്കൽ ബേസിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക, ലോക്കൽ ബേസ് എന്ന് എന്താണ്? ഒരു പോയിന്റുള്ള നൈബർഹുഡ്സിന്റെ കളക്ഷൻ ആണ്. നമുക്കൊരു ഗിവൺ നൈബർഹുഡ് n തന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഈ ലോക്കൽ ബേസിൽ എലമെന്റ്സ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, എ സ്പേസ് ഈസ് സെഡ് ടു ബി ഫസ്റ്റ് കൗണ്ടബിൾ. ഓക്കെ, ഒരു സ്പേസിന് ടോപ്പോളജിക്കൽ സ്പേസ് നമ്മൾ ഫസ്റ്റ് കൗണ്ടബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഒരു ടോപ്പോളജിക്കൽ സ്പേസിന് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എ പോയിന്റ് എന്ന് പറയണമെങ്കിൽ ആ പോയിന്റിൽ ഒരു കൗണ്ടബിൾ ലോക്കൽ ബേസ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് കണ്ടീഷൻ. കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ ബേസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സ്പേസ് ഫസ്റ്റ് കൗണ്ടബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു തിയറം പറയാൻ പറ്റും. ഇവിടെ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അത് ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. ഇതിനെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൗണ്ടബിൾ ആണെന്ന് വിചാരിച്ചിട്ടത്
സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ദി കോൺവേഴ്സ് ഓഫ് ദി പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ തിയറം ഈസ് ഫാൾസ്. അതായത് ഇതിന്റെ കോൺവേഴ്സ് തെറ്റാണെന്നാണ് പറയുന്നത്. അതിന് കൗണ്ടർ എക്സാമ്പിൾ ഏതാണ്? ദ റിയൽ ലൈൻ വിത്ത് സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി ഈസ് നോട്ട് സെക്കൻഡ് കൗണ്ടബിൾ. റിയൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാം? സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി എടുക്കുക. അതൊരു ടോപ്പോളജിയുടെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ നമ്മൾ ടോപ്പോളജി എടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസ് എന്താവും? ഇത് ഫസ്റ്റ് കൗണ്ടബിൾ ആവും, പക്ഷെ എന്താവില്ല? സെക്കൻഡ് കൗണ്ടബിൾ ആവില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ, പക്ഷെ എന്തല്ല? സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി, റിയൽ ലൈനിലുള്ള സെമി ഓപ്പൺ ഇന്റർവൽ ടോപ്പോളജി എന്തല്ല? സെക്കൻഡ് കൗണ്ടബിൾ അല്ല. അതായത് അതിനൊരു കൗണ്ടബിൾ ബേസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. അതിന് കോൺവേഴ്സ് ട്രൂ അല്ല. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ ആണ് കണക്റ്റഡ്നെസ്. എന്താണ് കണക്റ്റഡ്നെസിന്റെ ഐഡിയ നോക്കാം. എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി കണക്റ്റഡ്. ഒരു സ്പേസിനെ നമ്മൾ കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ if it is impossible to find non-empty subsets A and B of it such that X equal to A union B and A closure intersection B closure equal to empty. Okay, ഒരു X എന്നുള്ള സ്പേസിനെ കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ X equal to A union B, A closure intersection B closure equal to empty. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സബ്സെറ്റ്സ് എയും ബിയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, ഇങ്ങനത്തെ രണ്ട് സബ്സെറ്റ്സ്, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സബ്സെറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിന് കണക്റ്റഡ് ആണെന്ന് പറയാം. ഇനി ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സബ്സെറ്റ് എയും ബിയും എക്സിന് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നോട്ട് കണക്റ്റഡ് എന്ന് പറയാം. ഡിസ്കണക്റ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സെപ്പറേറ്റഡ് എന്നുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ടു സബ്സെറ്റ്സ് എ ആൻഡ് ബി ഓഫ് എ സ്പേസ് എക്സ് ആർ സെഡ് ടു ബി സെപ്പറേറ്റഡ്. ഓക്കെ, എക്സിന്റെ രണ്ട് സബ്സെറ്റ്സ് എയും ബിയും സെപ്പറേറ്റഡ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ ഈക്വൽ ടു എം ടി ആയിരിക്കണം. അതേപോലെ എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബിയും എം ടി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എയും ബിയും എക്സിന് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസ് എക്സിനെ സെപ്പറേറ്റഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയും ബിയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അതിന് നമുക്ക് എന്ത് പറയും? സ്പേസിനെ കണക്റ്റഡ് എന്ന് പറയും. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസ് ഉണ്ടെങ്കിൽ, അതായത് എയും ബിയും എന്താണ്? എക്സിന്റെ രണ്ട് സബ്സെറ്റ്സ് ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കണക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ലോക്കൽ കണക്റ്റഡ്നെസിന്റെ ഡെഫിനിഷൻ ആണ്. എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി ലോക്കലി കണക്റ്റഡ് അറ്റ് എ പോയിന്റ് എക്സ്. ഓക്കെ, എക്സ് എന്നുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിലൊരു പോയിന്റ് എക്സ് ഉണ്ട്. ഈ എക്സ് ഉള്ള പോയിന്റിൽ സ്പേസ് നമ്മൾ ലോക്കലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഇഫ് ഫോർ എവറി നൈബർഹുഡ് n ഓഫ് എക്സ്, എക്സിന്റെ ഏത് നൈബർഹുഡ് n നമ്മൾ എടുത്തു കഴിഞ്ഞാലും there exists a connected neighborhood m of x such that m is contained in n. നമുക്ക് മറ്റൊരു നൈബർഹുഡ്, എക്സിന്റെ നൈബർഹുഡ് m നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അത് കണക്റ്റഡ് ആയിട്ടുള്ള നൈബർഹുഡ് ആയിരിക്കണം. അത് n-നകത്ത് വരെയും വേണം. എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് ഒരു പോയിന്റിൽ ലോക്കലി കണക്ട് ആണെന്നുള്ള മീനിങ് നമ്മൾ ആ പോയിന്റിലുള്ള ഏത് നൈബർഹുഡ് n നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു പുതിയ നൈബർഹുഡ് m നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ആ നൈബർഹുഡ് കണക്റ്റഡ് ആയിരിക്കണം. ഇതിന് നമ്മൾ എന്ത് പറയാം? ലോക്കലി കണക്റ്റഡ് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഓൾ ഇൻഡിസ്ക്രീറ്റ് ആൻഡ് ഓൾ ഡിസ്ക്രീറ്റ് സ്പേസസ് ആർ ലോക്കലി കണക്റ്റഡ്. അപ്പൊ ലോക്കലി കണക്റ്റഡിന്റെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിസ്ക്രീറ്റ് സ്പേസും ഡിസ്ക്രീറ്റ് സ്പേസും എപ്പോഴും എന്താണ്? ലോക്കലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഓൾസോ റിയൽ ലൈൻ വിത്ത് യൂഷ്വൽ ടോപ്പോളജി ഈസ് ലോക്കലി കണക്റ്റഡ്. റിയൽ ലൈൻ വിത്ത് യൂഷ്വൽ ടോപ്പോളജി എന്തായിരിക്കും? ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ. എ പാത്ത് ഇൻ എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൽഫ ഫ്രം ദി യൂണിറ്റ് ഇന്റർവൽ 0,1 into എക്സ്. നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. എവിടെ നിന്ന് അങ്ങോട്ട്? ക്ലോസ് ഇന്റർവൽ 0,1 എന്ന് എക്സ് എന്നുള്ള സെറ്റിലേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ആൽഫ എന്ന് വിചാരിക്കുക. ഈ കണ്ടിന്യൂസ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? പാത്ത് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മളെ ടോപ്പോളജിക്കൽ സ്പേസ് കയ്യിലുണ്ട്. ക്ലോസ് ഇന്റർവൽ 0,1 എന്ന് എക്സിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ ആയിട്ട് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആൽഫ ഓഫ് 0നെയും ആൽഫ ഓഫ് 1നെയും നമ്മൾ എന്താ പറയാ? ഇനീഷ്യൽ പോയിന്റ് എന്നും ടെർമിനൽ പോയിന്റ്സ് എന്നും പറയും. ആൽഫ ഓഫ് 0 ഇനീഷ്യൽ പോയിന്റ്, ആൽഫ ഓഫ് 1 ടെർമിനൽ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. ഇത് പാത്ത് കണക്റ്റഡ്നെസിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി പാത്ത് കണക്റ്റഡ്. സ്പേസിനെ
പാത്ത് കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ ഈ ഫോർ എവറി 2 points എക്സ് വൈ ബിലോങ്സ് ടു എക്സ്. നമ്മൾ സ്പേസിൽ നിന്ന് ഏത് 2 points എക്സ് വൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് എ പാത്ത് ആൽഫ ഇൻ എക്സ്. നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൽഫ നമുക്ക് കിട്ടണം. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ആൽഫ ഓഫ് 0 ഈക്വൽ ടു എക്സ് ആൻഡ് ആൽഫ ഓഫ് 1 ഈക്വൽ ടു വൈ. നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ലെവൽ 0 1 എന്ന്. നമുക്കതിനൊരു ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്ലോസ് ലെവൽ 0 1. ഈ 0 1 എന്ന് നമ്മുടെ സ്പേസ് എക്സിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ആൽഫ. ഓക്കെ, ഇനി നോക്കൂ, ഈ ആൽഫ ഓഫ് 0 എന്താണ്? ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്, എക്സ്, 2 പോയിന്റ്സ് വൈ. ഇനി ആൽഫ ഓഫ് 0 എന്താണ്? നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്. അതേപോലെ ആൽഫ ഓഫ് വൈ, ആൽഫ ഓഫ് 1 നമുക്ക് കിട്ടുന്നത് എന്താണ്? വൈ ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ഓഫ് 0 എക്സും ആൽഫ ഓഫ് വൈ, ആൽഫ ഓഫ് 1 വൈയും ആവുന്ന ഒരു ആൽഫ, ഇങ്ങനെ ഒരു ആൽഫ എന്നുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ ക്ലോസ് ലെവൽ 0 1 എന്ന് എക്സിലേക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് എന്നുള്ള സ്പേസ് നമ്മൾ എന്ത് പറയും? പാത്ത് കണക്റ്റഡ് സ്പേസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പാത്ത് കണക്റ്റഡ് ആവാൻ, ഒരു സ്പേസ് പാത്ത് കണക്റ്റഡ് ആവാൻ വേണ്ടത് ക്ലോസ് ലെവൽ 0 1 എന്ന് ആ സ്പേസിലേക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൽഫ കിട്ടണം. ആൽഫ ഓഫ് 0 എക്സും ആൽഫ ഓഫ് 1 വൈയും ആവുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടിയാൽ മതി. ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് മൊഡ്യൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളും ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ നമ്മൾ പറയുന്നത് സെപ്പറേഷൻ ആക്സിയംസ് ആണ്. എന്താണ് സെപ്പറേഷൻ ആക്സിയംസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ടി നോട്ട് സ്പേസിന്റെ ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഉണ്ട്. ഓക്കെ, ഇനി അതിന് നമ്മൾ ടി നോട്ട് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സ്പേസ് നമ്മൾ ടി നോട്ട് സ്പേസ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? given any 2 distinct points in x. എക്സിൽ ഏതെങ്കിലും 2 distinct പോയിന്റ് തന്നു കഴിഞ്ഞാൽ there exists an open set which contains one of them but not the other. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കിട്ടണം, അത് മറ്റേതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിഗർ വെച്ച് ഇതിന്റെ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, എക്സ് ടോ എന്നുള്ളത്. ഓക്കെ, ഈ സ്പേസിനെ നമ്മൾ T1 സ്പേസ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താ നോക്കാം. നമുക്ക് 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എക്സും വൈയും തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു കിട്ടണം. ഓക്കെ, നോക്കൂ, ഇതിൽ വൈ ഉണ്ടാവാൻ പാടില്ല. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇതിൽ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു കിട്ടണം, അതിൽ എക്സ് ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റിനെ ഒരു ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ടി നോട്ട് ആക്സിയം എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ടി നോട്ട് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഐഡിയ നോക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് a space X is said to satisfy the T1 axiom or said to be T1 space. ഇനി നമ്മളൊരു സ്പേസിനെ T1 സ്പേസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? For every 2 distinct points x and y in x. എക്സിലെ 2 distinct പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ there exists an open set containing x but not y, and hence also another open set containing y but not x. ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് കിട്ടണം, അതിൽ y ഉണ്ടാവാൻ പാടില്ല. അതുപോലെ y-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് കിട്ടണം, അതിൽ x ഉണ്ടാവാൻ പാടില്ല. മീനിങ് ഒരു സ്പേസിനെ, ഇപ്പൊ നമ്മൾ ടി നോട്ട് സ്പേസിന്റെ ഐഡിയ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു സ്പേസിന് എപ്പോഴാണ് T1 സ്പേസ് എന്ന് പറയാൻ നോക്കാം. നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു എക്സ് എന്നുള്ള ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ T1 സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? 2 ഡിസ്റ്റിങ്ക്ട് പോയിന്റ് എക്സും വൈയും നമ്മുടെ കയ്യിലുണ്ട്. ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് കിട്ടണം, നമുക്കതിന് പേര് കൊടുക്കാം യു എന്ന്. അതേപോലെ അതിൽ വൈ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് യുവിൻ്റെ അകത്ത് വൈ ഇല്ല. അതേപോലെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് വി എന്ന് പേര് കൊടുക്കാം. ഒരു ഓപ്പൺ സെറ്റ് ടോപ്പോളജിയിൽ ഒരു മെമ്പർ വി കിട്ടണം, അതിൽ എക്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് യുവിലുണ്ട്, പക്ഷെ എക്സ് എവിടെ ഇല്ല? വിയിലില്ല. അതേപോലെ വൈ എവിടെ ഉണ്ട്? വിയിലുണ്ട്, പക്ഷെ വൈ എവിടെ ഇല്ല? യുവിലില്ല. ഇങ്ങനത്തെ 2 ഓപ്പൺ സെറ്റ് യുവും വിയും കിട്ടിയ സ്പേസ് നമ്മൾ T1 സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ടി നോട്ട് സ്പേസിന്റെ ഐഡിയ അതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്താണ്? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് യു വേണം. ഓക്കെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് യു വേണം. ഓക്കെ, വൈ യുവിൽ ഉണ്ടാവാൻ പാടില്ല, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എക്സും വൈയും ഡിസ്റ്റിങ്ക്ട് ആണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എക്സും വൈയും
ഡിസ്റ്റിങ്ക്ട് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ പറയാനുണ്ട്. T0 T1 നമ്മൾ പറഞ്ഞു. ഇനി T2 സ്പേസിന്റെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട് x എന്നുള്ളത്. ഈ സ്പേസ് നമ്മൾ T2 സ്പേസ് പറയണമെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് എക്സും വൈയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സിനെ കണ്ടെയ്ൻ ഒരു ഓപ്പൺ സെറ്റ് u വേണം, വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് v വേണം. അതുപോലെ യുവും വിയും ഡിസ്ജോയിന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇവിടെ അത് മെർജ് ചെയ്യാം, പ്രശ്നമില്ല, ഇന്റർസെക്ട് ചെയ്യാം, പക്ഷെ ഇവിടെ ഇന്റർസെക്ഷൻ പാടില്ല. ഓക്കെ, എന്നാൽ മീനിങ് എക്സ് യുയിലുണ്ട്, ഓക്കെ, പക്ഷെ എക്സ് എവിടെ ഇല്ല, വിയിലില്ല. അതേപോലെ വൈ വിയിലുണ്ട്, വൈ എവിടെ ഇല്ല, യുയിലില്ല. അതുപോലെ യു ഇന്റർസെക്ഷൻ വി എംറ്റിയും കൂടെ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. അപ്പോൾ സ്പേസിനെ T2 സ്പേസ് പറയുകയാണെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റിനെ രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇവിടുത്തെ ഐഡിയ രണ്ട് ഡിസ്റ്റിങ്ക്ട് പോയിന്റിനെ രണ്ട് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഇവിടെ രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഇതാണ് T2 സ്പേസിന്റെ ഐഡിയ. ഓക്കെ, T2 സ്പേസിന്റെ ഡെഫിനിഷൻ ആണിത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിഗർ വെച്ചിട്ട്. T2 സ്പേസിന്റെ മറ്റൊരു പേരാണ് ഹോസ്റ്റ് ഓഫ് സ്പേസ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്നും നമ്മൾ T2 സ്പേസിനെ പറയും. ഓക്കെ, ഇനി മറ്റൊരു സ്പേസ് ആണ് റെഗുലർ സ്പേസ്. ഓക്കെ, നമ്മളൊരു ടോപ്പോളജിക്കൽ സ്പേസിന് എക്സ് ഉണ്ട്, അത് നമ്മൾ റെഗുലർ അറ്റ് എ പോയിന്റ് എക്സ്, ഒരു പോയിന്റ് എക്സിൽ റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് എവറി ക്ലോസ്ഡ് സബ്സെറ്റ് സി ഓഫ് എക്സ് നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ക്ലോസ് സബ്സെറ്റ്സ് സി എടുക്കാം. There exists a disjoint open set CU and V such that X belongs to U, C contained in V. ഇതിന്റെ ഐഡിയ നമുക്ക് ജസ്റ്റ് ഫിഗർ വെച്ചൊന്ന് പറയാം. ഒരു സ്പേസിനെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എക്സ് എന്നുള്ള സ്പേസ് ആണ്. ഈ സ്പേസിന് നമ്മൾ റെഗുലർ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താ നോക്കാം. നമ്മുടെ കയ്യിൽ എന്താണ് ഒരു പോയിന്റ് എക്സ് ഉണ്ട്. ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ് സബ്സെറ്റ് സി ഉണ്ട്. ഓക്കെ, ക്ലോസ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പോളജിയിൽ ഇല്ലാത്ത മെമ്പർ. ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പോളജിയിൽ ഉള്ള മെമ്പർ, ക്ലോസ് സെറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ടോപ്പോളജി ഇല്ലാത്ത മെമ്പറാണ് സി. ഓക്കെ, എക്സ് സിയിൽ ഉണ്ടാവാൻ പാടില്ല, സി എന്നുള്ള സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എക്സിനെയും ക്ലോസ് സെറ്റ് സിനെയും നമുക്ക് രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് യുവും വിയും വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പേസിനെ റെഗുലർ സ്പേസ് എന്ന് പറയും. ഇവിടുത്തെ ഐഡിയ ഒരു പോയിന്റിനെയും ഒരു ക്ലോസ് സെറ്റിനെയും രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് റെഗുലർ സ്പേസിന്റെ ഐഡിയ. ഓക്കെ, ഇനി നമ്മൾ സ്പേസിനെ നോർമൽ എന്ന് പറയണമെങ്കിൽ സ്പേസ് എക്സ് ഈസ് സെഡ് ടു ബി നോർമൽ. ഓക്കെ, if every two disjoint closed subsets C and D of X, there exists two disjoint open set U and V such that C contained in U and D contained in V. Okay, ഇവിടുത്തെ നോർമലിന്റെ ഐഡിയ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോർമലും ഇതും തമ്മിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ, റെഗുലറും തമ്മിൽ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ് ഒരു സ്പേസ് ഉണ്ട്, ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഉണ്ട്. നമ്മൾ ഇതിനെ നോർമൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ് സബ്സെറ്റ്സ് സിയും ഡിയും നമ്മൾ ചൂസ് ചെയ്യാം. സിയും ഡിയും എന്താണ്, ക്ലോസ് സെറ്റ്സ് ആണ്, മീനിങ് ടോപ്പോളജിയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് യുവും വിയും വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ രണ്ട് ക്ലോസ് സബ്സെറ്റ്സിനെ രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പേസിനെ നോർമൽ സ്പേസ് എന്ന് പറയും. ഇവിടെ ഒരു പോയിന്റും ഒരു ക്ലോസ് സെറ്റും, ഇവിടെ രണ്ട് ക്ലോസ് സെറ്റ്. ഓക്കെ, അതാണ് നോർമൽ എന്നുള്ള സ്പേസിന്റെ ഡെഫിനിഷന്റെ ഐഡിയ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. ഒരു ടോപ്പോളജിക്കൽ സ്പേസിന് T3 ആക്സിയം അല്ലെങ്കിൽ T3 സ്പേസ് എന്ന് പറയണമെങ്കിൽ ഓക്കെ is said to be T3 space if it is regular and T1. ഓക്കെ, അപ്പോൾ T1 പ്ലസ് റെഗുലർ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, T3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ T3 സ്പേസിന്റെ മീനിങ് എന്താണ്, T1 സ്പേസ് ആയിരിക്കണം, അതേപോലെ അത് റെഗുലറും ആയിരിക്കണം. ഇനി നോക്കൂ, T4 സ്പേസിന്റെ ഐഡിയ എന്താണ്, ഒരു സ്പേസിനെ T4 എന്ന് പറയണമെങ്കിൽ if it is normal and T1. ഓക്കെ, T1 പ്ലസ് നോർമൽ ആണെങ്കിൽ നമ്മൾ അതിനെ T4 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ T1 പ്ലസ് റെഗുലർ ആണ് T3, T1 പ്ലസ് നോർമൽ ആണെങ്കിൽ T4 സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്പേസസിന്റെ സെപ്പറേഷൻ ആക്സിയത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറമാണ്. ദി ആക്സിയംസ് T0, T1, T2, T3 and T4 form a hierarchy of progressively stronger conditions. ഈ തിയറത്തിന്റെ ഐഡിയ സിമ്പിൾ ആണ്. ഒരു സ്പേസ് T4 ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി T3 ആയിരിക്കും, T3 ആണെങ്കിൽ അത് T2 ആയിരിക്കും,
T2 ആണെങ്കിൽ അത് T1 ആയിരിക്കും, T1 ആണെങ്കിൽ അത് T0 ആയിരിക്കും. ഓക്കെ, അതായത് T4 സ്പേസ് എല്ലാം T3 T2 T1 T0 ആണ്, T3 എല്ലാം T2 ആണ്, T1 ആണ്, T0 ആണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഈ തിയറത്തിന്റെ ഐഡിയ. ഇത് നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. എ സ്പേസ് X is said to be completely regular. റെഗുലറിന്റെ ഐഡിയ നമ്മൾ പറഞ്ഞു, ഒരു പോയിന്റിനെയും ഒരു ക്ലോസറ്റിനെയും ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇനി അതിനെ കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയണമെങ്കിൽ, ഓക്കെ, ഫോർ എനി പോയിന്റ് X in X, ഓക്കെ, എക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് X എടുക്കുക ആൻഡ് ക്ലോസ് സെറ്റ് C നോട്ട് കണ്ടെയ്നിങ് X, എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു ക്ലോസ് സെറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ X കൊണ്ട് ഒരു പോയിന്റ് X എടുക്കുക, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്ലോസ് സെറ്റ് C എടുക്കുക. ഓക്കെ, അതിനാണ് നമുക്ക് എന്ത് കിട്ടണം? കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ f from x to 0 1, ഈ സ്പേസ് X എന്ന് ക്ലോസ് ലെവൽ 0 1ലേക്ക് നമുക്ക് എന്ത് കിട്ടണം? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടുകയാണ്. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? such that f of x equal to 0 and f of y equal to 1 for y belongs to C. x നെ എങ്ങോട്ട് മാപ്പ് ചെയ്യണം? x നെ ഇവിടുത്തെ 0ലേക്ക് മാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മീനിങ് f of x 0 ആയിരിക്കണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് y C എന്ന് എടുക്കുക. ഓക്കെ, ഈ y നെ എങ്ങോട്ട് മാപ്പ് ചെയ്യണം? y നെ 1ലേക്ക് മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x ഉള്ള പോയിന്റിനെ 0ലേക്കും C എന്നുള്ള ക്ലോസറ്റിലുള്ള y നെ 1ലേക്കും മാപ്പ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ f x എന്ന് ക്ലോസ് ലെവൽ 0 1ലേക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ x ഉള്ള സ്പേസ് നമ്മൾ കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കൊരു തിയറം ജസ്റ്റ് ഒന്ന് നോക്കാം. A topological space X is normal. ഒരു topological space X നോർമൽ ആണെങ്കിൽ if and only if it has the property that for every two mutually disjoint closed subsets A, B of X, X ന്റെ ഏത് രണ്ട് ക്ലോസ്ഡ് മ്യൂച്വലി ഡിസ്ജോയിന്റ് സബ്സെറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും there exists a continuous function f from x to 0 1, ആ x ഉള്ള സ്പേസിൽ നിന്ന് ക്ലോസ് ലെവൽ 0 1ലേക്ക് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. f of x equal to 0 for all x നെ, അത് ഏല പോയിന്റ്സിനൊക്കെ 0ലേക്ക് മാപ്പ് ചെയ്യും ഈ ഫംഗ്ഷൻ. അതുപോലെ f of x equal to 1 for all x in B, ബിയിലുള്ള പോയിന്റ്സിനൊക്കെ 1ലേക്ക് മാപ്പ് ചെയ്യും. അതാണ് മീനിങ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മീനിങ്, ഒരു സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, രണ്ട് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലോസ് സബ്സെറ്റ്സ് എയും ബിയും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോപ്പോളജിക്കൽ സ്പേസ്. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു എഫ് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണ്? എഫ് എക്സ് എന്ന് ക്ലോസ് ലെവൽ 0 1ലേക്കാണ്. ഇത് എയിലുള്ള എല്ലാ പോയിന്റ്സിനെയും മാപ്പ് ചെയ്യുന്നത് 0ലേക്കാണ്. അതായത് എഫ് ഓഫ് എയിലുള്ള ഏത് പോയിന്റിന്റെ ഇമേജ് 0 ആണ്. അതേപോലെ എഫ് ഓഫ് ബിയിലുള്ള പോയിന്റ്സിനൊക്കെ അങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ സ്പേസ് നോർമൽ ആയിരിക്കും. നോർമൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും. ഈ തിയറത്തിന് നമ്മൾ പറയുന്ന പേരാണ് യൂറിഷോൺ ലെമ്മ. ഓക്കെ, ഈ തിയറത്തിന്റെ നെയിം എന്താണ്? യൂറിഷോൺസ് ലെമ്മ. നമ്മളിത് ഒരു ലെമ്മ എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഈ പ്രൂഫ്, അതായത് ഈ തിയറത്തിന്റെ പ്രൂഫ് നമ്മൾ ഉണ്ടാക്കുന്നത് 2 ലെമ്മാസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ തിയറത്തിന് നമ്മൾ യൂറിഷോൺ ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂറിഷോൺ ലെമ്മന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ഫിഗർ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രപ്പോസിഷൻ നോക്കാം. സപ്പോസ് a topological space X has the property that for every closed subset A of X. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. ഇനി അതിന് ഏതെങ്കിലും ഒരു ക്ലോസ് സബ്സെറ്റ് നമ്മൾ A എടുത്തു. Every continuous real valued function on A has a continuous extension to X. അങ്ങനെയാണെങ്കിൽ ഈ A ന്ന് നമുക്ക് ഫംഗ്ഷനെ, ഈ കണ്ടിന്യൂസ് ഫംഗ്ഷനെ എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്പേസ് എന്തായിരിക്കും? X ഉള്ള സ്പേസ് നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഐഡിയ പറയണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫിഗർ വെച്ചിട്ട് ഇത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു X എന്നുള്ള ഒരു സ്പേസ് ഉണ്ട്, X എന്നുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി A എന്നുള്ളത് എന്താണ്? ഇതിന്റെ ഒരു ക്ലോസ് സബ്സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എന്താണ്? A എന്ന് ക്ലോസ് ലെവൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു റിയൽ ലൈൻ, അല്ലെങ്കിൽ ക്ലോസ് ലെവൽ 0 ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി റിയൽ ലൈൻ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, A എന്ന് ആറിലേക്ക് അല്ലെങ്കിൽ A എന്ന് ക്ലോസ് ലെവൽ 0 1ലേക്ക് F എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി
ഈ ഫംഗ്ഷൻ എ എന്ന് 0,1 അല്ലെങ്കിൽ എ എന്ന് ആറിലേക്കാണല്ലോ. ഈ ഫംഗ്ഷൻ എ എന്ന് പകരം അതിന്റെ വലിയ സെറ്റ് ആയിട്ടുള്ള എക്സ് എന്ന് ആറിലേക്ക് അല്ലെങ്കിൽ എക്സ് എന്ന് ക്ലോസ് ഇന്റർവെൽ 0,1 എഫിനെ നമുക്ക് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മീനിങ് എഫിനെ എ എന്ന് എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി പോവാതെ സ്റ്റിൽ എക്സ് എന്ന് ആറിലേക്കുള്ള ഈ ഫംഗ്ഷൻ എഫ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെ ഒരു എഫിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ എക്സ് എന്നുള്ള സ്പേസ് എന്തായിരിക്കും, നോർമൽ ആയിരിക്കും. നമുക്ക് തിരിച്ചും പറയാം, സ്പേസ് നോർമൽ ആണെങ്കിൽ എയിൽ നിന്ന് ഇവിടേക്കുള്ള ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് എന്ന് ആറിലേക്കുള്ള അല്ലെങ്കിൽ എക്സ് എന്ന് 0,1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കി മാറ്റാം എപ്പോഴും എക്സ് നോർമൽ ആണെങ്കിൽ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഈ സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിന്റെ റിവേഴ്സ് അതും ഈ സ്റ്റേറ്റ്മെന്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ദെൻ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് നിങ്ങൾ കൊടുത്താൽ മതി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് നോർമൽ. ഈ ഐഡിയ അല്ലെങ്കിൽ ഈ പ്രൊപ്പോസിഷൻ നമ്മൾ എന്ത് പറയാം, ടീറ്റ്സ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീറ്റ്സ് തിയറത്തിന്റെ ഐഡിയ ഇതാണ്, നമുക്കൊരു സ്പേസ് നോർമൽ ആണെങ്കിൽ എ എന്നുള്ള ക്ലോസിറ്റ് നമുക്ക് എക്സിലേക്ക് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സ്പേസ് നോർമൽ ആയിരിക്കും. ഓക്കെ.